ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾ തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവരും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 5 പേരുകളിലാണ് അറിയപ്പെടുക. ലൂക്കാ സുവിശേഷത്തിന് 5 പേരുകളുണ്ട്. 1, യാത്രയുടെ സുവിശേഷം. ഈശോയുടെ യാത്രകൾ ഏറ്റുള്ളത് ലൂക്കാ സുവിശേഷത്തിലാണ്. ആ സുവിശേഷത്തിൽ മുഴുവൻ യാത്രയാണ്. സക്കറിയായുടെ വീട്ടിലേക്കുള്ള മറിയത്തിന്റെ യാത്ര, പേരറിയിക്കുവാൻ ബേത്ലഹേം യാത്ര, ഈജിപ്തിലേക്ക് ഒളിച്ചോട്ടം, നസ്രത്തിലേക്ക് തിരിച്ചോട്ടം, കാൽവരി യാത്ര, നല്ല സമരിയാക്കാരൻ്റെ യാത്ര, എമാവൂസ് യാത്ര, ഇത് മുഴുവൻ യാത്രയാണ്. അതുകൊണ്ട് ലൂക്കാ സുവിശേഷത്തിൻ്റെ 1ാമത്തെ പേര് യാത്രയുടെ സുവിശേഷം. 2ാമത്തെ പേര് പാപികളുടെ സുവിശേഷം. ഏറ്റവും കൂടുതൽ പാപികളെ കുറിച്ചും മാനസാന്തരത്തെ കുറിച്ചും ലൂക്കായിൽ വായിക്കാം. സക്കേവൂസ്, പാപിനിയായ സ്ത്രീ, വലതുവശത്തെ കള്ളൻ, പാപികളുടെ സുവിശേഷം. 1 യാത്രയുടെ, 2 പാപികളുടെ, 3 ഇന്നിൻ്റെ സുവിശേഷം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇന്ന് എന്ന വാക്ക് ലൂക്കായിൽ ആദ്യ അവസാനം. ഇന്ന് രക്ഷ, ഇപ്പോൾ രക്ഷ. ഇന്നിൻ്റെ സുവിശേഷം ലൂക്ക 2:11, 4:21, 19:5, 19:9, 23:43. ഇന്ന് എന്ന വാക്ക് ഇന്നിൻ്റെ സുവിശേഷം. 1 യാത്രയുടെ, 2 പാപികളുടെ, 3 ഇന്നിൻ്റെ, 4 ജോഡികളുടെ സുവിശേഷം. ജോഡി, ഒരു ജോഡി ആൾക്കാരെ കാണിച്ചിട്ട് നന്മയും തിന്മയും പഠിപ്പിക്കും. ലൂക്കായിൽ മാത്രമാണ് ജോഡി. ഉദാഹരണം, മൂത്തപുത്രൻ, ധൂർത്തപുത്രൻ, പരിസേയൻ, ചുങ്കക്കാരൻ, ധനവാൻ, ദാസൻ, ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തെ കള്ളൻ, മർത്ത, മറിയം. ജോഡികളുടെ സുവിശേഷം. 5 പ്രാർത്ഥനയുടെ സുവിശേഷം. ലൂക്കാ സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയാണ്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് സക്കറിയായുടെ ദേവാലയ പ്രാർത്ഥന. 24-ാം അധ്യായം അവസാനിക്കുന്നത് എമ്മാവൂസ് ശിഷ്യന്മാരുടെ ജെറുസലേം പ്രാർത്ഥന. യേശുവിനെ മാമോദീസ എരുമയും പോത്തിനെയും കുളിപ്പിച്ച കോളത്തിലല്ല, അവൻ പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവന്റെ പ്രലോഭനം പ്രാർത്ഥനയുടെ ആലയത്തിന്റെ ഗോപുരത്തിൽ വെച്ചായിരുന്നു. കുരിശിൽ കണ്ണും അവൻ പ്രാർത്ഥിച്ചു. അതും പ്രാർത്ഥനയുടെ സുവിശേഷം. നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അല്പം ഒന്ന് ഈ സമയത്ത് ചിന്തിക്കുക. ഒരു പ്രാർത്ഥനയുടെ ചരിത്രം, ബൈബിൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. പ്രാർത്ഥന 2 സംസ്കൃത പദത്തിൽ വരുന്ന പ്ര, കിഴക്ക്, അർത്ഥന, യാചിക്കുക, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക, അതാണ് പ്രാർത്ഥന. പ്ര, കിഴക്ക്, അർത്ഥന, യാചന, കിഴക്കേക്ക് നോക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാണ് പ്രാർത്ഥനയുടെ പദം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ചരിത്രത്തിൽ പ്രാർത്ഥനയുടെ സൂചന കാണുന്നത്. സ്പെയിനിനും ഫ്രാൻസിനും ഇടയിൽ ഒരു ഗുഹയുണ്ട്. നീന്തൽതാൾ മനുഷ്യൻ ജീവിക്കുന്ന ഗുഹ. പരിണാമസിദ്ധി പഠിപ്പിക്കുന്നു നീന്തൽതാൾ മാൻ. ആ ഗുഹ ഫ്രാൻസിനും സ്പെയിനും ഇടയിലാണ്. ആ ഗുഹയിൽ ഭിത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പടം വെച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം കാണുന്ന ചരിത്രരേഖ, അതിന്റെ പഴക്കം 20,000 വർഷങ്ങൾ. 20,000 വർഷങ്ങൾ നമ്മൾ കാണുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ആദ്യത്തെ പടം. ഇന്ത്യയിൽ വരുമ്പോൾ മധ്യപ്രദേശിൽ അവിടെ ഭോപ്പാലിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പറയും ഡിണ്ടിക്ക ഗുഹ എന്നാണ് പറയുക. ഭോപ്പാലടുത്ത് അവിടുത്തെ ഒരു ഭിത്തിയിൽ 15,000 വർഷം പഴക്കമുള്ള പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പടമുണ്ട്. മധ്യപ്രദേശിൽ ഭോപ്പാലിൽ 15,000 വർഷം പഴക്കമുള്ള പടം. നീന്തൽതാൾ ഗുഹയിൽ 20,000 വർഷം. കേരളത്തിൽ പ്രാർത്ഥനയുടെ ആദ്യ സൂചന വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയിലാണ് കാണുക. അവർ ഗുഹയുടെ ഭിത്തിയിൽ 7,000 വർഷം മുമ്പ് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പടം. എടയ്ക്കൽ ഗുഹ, വയനാട്. ഒരു പ്രാർത്ഥനയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെയോ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ രൂപങ്ങളും രീതികളും നമ്മൾ കണ്ടുവരുന്നുണ്ട്.
5 വിധത്തിലാണ് മനുഷ്യൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. 5 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് മനുഷ്യന്റെ പ്രാർത്ഥന. ആരംഭം മുതൽ ഇന്ന് വരെ എടുത്താൽ 5 മാധ്യമങ്ങൾ കൊണ്ട് മനുഷ്യൻ പ്രാർത്ഥിച്ചു. 1 അഗ്നി, 2 വെള്ളം, 3 പൂക്കൾ, 4 ഫലമൂലാദികൾ, കാർഷിക വിഭവങ്ങൾ, 5 നൃത്തം, പാട്ട്. 5 രീതിയിലാണ് മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെട്ടത് ചരിത്രത്തിൽ. ഒന്നാമത് നമ്മൾ കാണുന്നു മനുഷ്യൻ തീ. ഹിന്ദുക്കൾ വിവാഹം കഴിഞ്ഞ് അഗ്നിക്ക് വയ്ക്കും, നൃത്തം വെക്കും. മനുഷ്യനെ കത്തിച്ച് തീയിൽ കത്തിച്ച് അങ്ങ് ഭസ്മമാക്കുന്നു. എന്നിട്ട് ഈ അഗ്നിയിൽ ബലി അർപ്പിച്ചിട്ട് പറയും സ്വാഹ. സ്വാഹ എന്ന് പറഞ്ഞാൽ ദൈവം സ്വീകരിച്ചു. സ്വാഹ, ഞാൻ സ്വീകരിച്ചു. ദൈവത്തിന് മറുപടിയാണ്. അപ്പം അഗ്നി കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അഗ്നി സാക്ഷിയാക്കി. നമുക്ക് വേണ്ടി അഗ്നി കുർബാന ആരംഭിക്കുമ്പോൾ തിരി കത്തിക്കും. കുന്തിരിക്കത്തിൽ തീയില്ല, കുന്തിരിക്കം പുകയ്ക്കും. സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ യൂറോപ്പിൽ ഭക്ഷണമേശയിലും ചെറിയ വിളക്ക് കത്തിച്ചു വെക്കും. ദൈവം സാക്ഷിയാക്കി. തീ കൊണ്ട് പ്രാർത്ഥന, തീ ഉപയോഗിച്ചുള്ള പ്രാർത്ഥന, അത് പുരാതന കാലം മുതലേ നമ്മൾ കാണും. 2 വെള്ളം കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. വെള്ളം, ആനാവെള്ളം തളിക്കുന്നു. കാസയിൽ വെള്ളവും വീഞ്ഞും കൂടെ ഒഴിക്കുന്നു. പുരോഹിതൻ കുർബാനയിൽ കൈ കഴുകുന്നു. മാമോദീസ വെള്ളത്തിലാണ്. അപ്പം വെള്ളം ഉപയോഗിച്ചുള്ള പ്രാർത്ഥന. 1 അഗ്നി, 2 വെള്ളം, 3 പൂക്കൾ. പൂക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പൂജ എന്ന പേര്. പൂ, പുഷ്പം, ജപം, പുഷ്പവും ജപവും ചേർക്കുമ്പോൾ പൂജ. അതാണ് പൂജകൾ എന്ന് പറയുക. നമ്മൾ ആൾക്കാരിയിൽ ബൊക്കെ വെക്കുന്നു. നമ്മൾ ഇങ്ങനെ ചെറിയ ബൊക്കെ വിവാഹത്തിലൊക്കെ ആൾക്കാർ കൈ നല്ല ചെല്ലുമായിട്ട് വരുന്നു. ഒരു ചപ്പയോട് ചപ്പ എന്താണ് അപ്പൻ്റെയും അമ്മയുടെയൊക്കെ കല്യാണത്തിൽ അല്ലെങ്കിൽ നാട്ടിലെ കല്യാണത്തിലൊക്കെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ പൂക്കൾ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മോനെ അപ്പൻ്റെ ശവടക്ക് ആരംഭിച്ചു. അതിൻ്റെ ആരംഭമായിട്ടാണ് ഈ പൂ ചെയ്യുക. അപ്പം പൂക്കൾ വെച്ച് നമ്മൾ ആരാധിക്കും. പൂ, അത്താരിയിൽ പൂക്കളുണ്ട്, അലങ്കരിച്ചതിൽ പൂക്കളുണ്ട്. അപ്പം പൂ വെച്ച് 1 അഗ്നി വെച്ച്, 2 വെള്ളം വെച്ച്, 3 പൂക്കൾ വെച്ച്. 4ാമത്തെ ആരാധന കാർഷിക ഫലങ്ങളാണ്. കാഴ്ചവെപ്പിന് മുന്തിരിങ്ങ കൊണ്ടുവരും, പഴം കൊണ്ടുവരും, കാർഷിക ഫലങ്ങൾ. ഓസ്തി, വീഞ്ഞ് കാർഷിക ഫലമാണ്. അതുകൊണ്ടാണ് വിശുദ്ധിയില്ലാത്ത മനുഷ്യൻ കാർഷിക ഫലം വെച്ചപ്പോൾ ദൈവം തല്ലി കായേന്റെ ബലി. വിശുദ്ധിയുള്ള മനുഷ്യൻ കാഴ്ചവസ്തു ഫലമൂലാതി വെച്ചപ്പോൾ ദൈവം സ്വീകരിച്ചു. പുരോഹിതനായ മെൽക്കീസേദെക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പം പഴവർഗ്ഗങ്ങൾ വെച്ചുകൊണ്ടുള്ള രീതികൾ. ഞാൻ ഈ പപ്പുവ ന്യൂ ഗിനിയയിൽ ഉണ്ടായിരുന്നു. സോളമൻ ഐലൻഡിലെ ഒരു ദ്വീപാണ്. അപ്പം അവിടെയുള്ള അച്ഛന്മാരെ അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പം 6 അച്ഛന്മാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ എന്നാ കിട്ടിയാലും കാഴ്ചവെപ്പിന് കൊണ്ടുവെക്കും. കാഴ്ചവെപ്പിന് ഞാൻ ചെന്നപ്പം അച്ഛന്മാർ ഞങ്ങളുടെ ബോസ് വരുന്നുണ്ട്. ഇപ്പം നാളത്തെ കുർബാനയ്ക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചവെപ്പിന് കൊണ്ടുവന്നേക്കണം. ഞാൻ കാഴ്ചവെപ്പിന് സിരിക്ക് ഒരു വലിയ കാഴ്ച കൊണ്ടു നോക്കുമ്പം ഒരു പന്നിക്കുട്ടനെ കൊണ്ടുവന്നിരിക്കുകയാണ്. കോഴിപ്പട, മുരിക്കിടാവ്, പന്നി തോന്നുന്നതെല്ലാം കൊണ്ട് നോക്കും തമിഴ്നാട്ടിൽ കാഴ്ചവസ്തുക്കളായിട്ട്. അപ്പം അതൊരു രീതി സോളമനായിരുന്നു. നമ്മളിപ്പം സിംഗപ്പൂരിൽ നേരെ വിളിപ്പിച്ചാൽ ചെല്ലും PNG, പപ്പുവ ന്യൂ ഗിനിയ. അവിടെ ഒരു ദ്വീപിൽ നിന്നും മനുഷ്യനെ കൊന്നു തിന്നും. ഒരു ജീവനം പ്രത്യേക ശ്രദ്ധ ആ ദ്വീപിന് ഇപ്പം കൊടുത്തിട്ടുമുണ്ട്. എന്തുണ്ടോ കാഴ്ചവസ്തുക്കൾ കൊണ്ട് നർപ്പിക്കുന്ന രീതി, അതാണ് നമ്മൾ അപ്പവും മീനും പലമൂലാദികൾ കാഴ്ചവസ്തുക്കളായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗം. 5 ഡാൻസ്, നൃത്തം. അതുകൊണ്ടാണ് പാട്ടുകുർബാന, പാട്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ ചിലാമിൽ കാണാം. ഞാൻ നമീബിയയിൽ ധ്യാനിപ്പിക്കുമ്പോൾ കണ്ടു. കുർബാനയ്ക്കിടയ്ക്ക് ഒരു പിൻവശം ഒരു കുലുക്കിയുള്ള ഒരു പ്രത്യേക നൃത്തം. നമ്മളൊരു കുലുക്കി നൃത്തം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലുണ്ട് ആ നൃത്തം. അപ്പം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പം ഇത് ആരാധനാ രീതികൾ. ഇതെല്ലാം കൂടെ ചേരുന്ന
ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ആൽബർട്ട് ഷൈസർ പറഞ്ഞു, ഈ ലോകത്തിലെ പ്രാർത്ഥനയുടെ കംപ്ലീഷൻ ഹോളി യൂക്കറിസ്റ്റാണ്. വിശുദ്ധ കുർബാനയാണ് പ്രാർത്ഥനയുടെ പൂർണ്ണത. അവിടെ അഗ്നിയുണ്ട്, വെള്ളമുണ്ട്, പൂവുണ്ട്, ഫലമൂലാദികളുണ്ട്, ഒപ്പം നമുക്കവിടെ കാണാൻ പറ്റും നൃത്തം, മ്യൂസിക്, പാട്ടുമുണ്ട്. ഇതാണ് പ്രാർത്ഥനയുടെ ഒരു ചരിത്രം, ഒരു പാരമ്പര്യം എന്ന് പറയുക. പ്രാർത്ഥനാ പാരമ്പര്യങ്ങൾ, പ്രാർത്ഥനാ ചരിത്രങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. ഇനി ഈ പ്രാർത്ഥന ഒരു വൈകാരിക തലം മാത്രമാണോ എന്നുകൂടി ചിന്തിക്കണം. ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കടന്നു വരാം. പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കും? ഒന്ന്, ശരീരത്തിന് ആരോഗ്യം. പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യം. കുനിയുന്നു, കുമ്പിടുന്നു, മുട്ടുകുത്തുന്നു, എഴുന്നേൽക്കുന്നു, യോഗ നടത്തുന്നു, പലതരം വിധത്തിൽ. അതുവഴി ദേഹത്തിന് ആരോഗ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യം. ചുമ്മാ ഉറങ്ങി മയങ്ങിയിരിക്കാതെ ഉണർവോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന വരുമ്പോഴത്തേക്ക് ആ പ്രാർത്ഥന നമ്മുടെ ശരീരത്തിന് ഒരു വലിയ ആരോഗ്യം. നമുക്കറിയാം, ശരിക്കും നമുക്കൊരു ഉണർവോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉന്മേഷമാണ്. ചിലപ്പം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരാം. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരും. കാരണം മനസ്സ് നന്നായിട്ട് സ്വസ്ഥമാകുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ചില ധ്യാനങ്ങൾ നല്ല സൗഖ്യത്തിലേക്ക് നിങ്ങൾ നയിക്കാറുണ്ട്. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. ഒരച്ഛൻ ഇങ്ങനെ പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഹേളിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു കാലത്തും ഗതി പിടിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛ, മനസ്സാ വാചാ കർമ്മണ, പള്ളിയും പട്ടക്കാരിയും പരീക്ഷിക്കുന്ന രീതി എൻ്റെ ഭർത്താവിനില്ല. ഒരു അസുഖം കൊണ്ട് നടന്നു പോയതാ. എന്താ അസുഖം? എൻ്റെ അച്ഛൻ ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്. ഒരച്ഛൻ എല്ലാ ഞായറാഴ്ചയും 20 മിനിറ്റ് പള്ളി പ്രസംഗിക്കും. ആൾക്കാർക്ക് നല്ല ഇഷ്ടം. 2 വർഷം ജനങ്ങളോട് പൊരുത്തപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച അച്ഛൻ പ്രസംഗിച്ച് 40 മിനിറ്റ്. ആൾക്കാർ മടുത്തു പോയി. അവരോട് വെച്ചാൽ 40 ഒത്തിരിയാണ്, 20 ഓക്കെയാണ് എണ്ണീറ്റിയേക്കരുത്. ചില മക്കളെ മനഃപൂർവ്വമല്ല. ഈ അസുഖം എന്താ അസുഖം? പ്രസംഗം തുടങ്ങുമ്പം എനിക്ക് ഉമിനീര് പറ്റിപ്പോകും. ഉമിനീര് പറ്റുമ്പോൾ ഒരു ചെറിയ ഗുളിക, വെള്ള ഗുളിക പോക്കറ്റിൽ നിന്ന് നാക്കിൻ്റെ കീഴേയും അത് അലുക്കുമ്പം 20 മിനിറ്റ്, അപ്പം പ്രസംഗം നിർത്തും. 2 വർഷം അങ്ങനെ ചെയ്തു. ഇന്ന് എന്നാ പറ്റി? ഇന്ന് പ്രസംഗം തുടങ്ങിയപ്പോൾ ഗുളിക ഇടുന്ന കാര്യം മറന്നു. വെപ്രാളത്തിന് പോക്കറ്റിൽ കൈയിട്ട് ഒരു വെളുത്ത ഗുളിക നാക്കിന് കീഴേ ഇട്ടു. പക്ഷെ ഗതികേടിന് അത് ലോഹയുടെ ബട്ടൺസ് ആയിരുന്നു. ഈ നീളുമ്പോഴൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു എക്സസൈസാണ്. എഴുന്നേൽക്കുന്നു, മുട്ടുകുത്തുന്നു, കവന്ന് വീഴുന്നു. ആ രീതിയിൽ ചെയ്യുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് ആദ്യം മാറുമെന്നാണ് മെഡിക്കൽ സയൻസിൽ പറയുക. നടുവിൻ്റെ വേദന റാവോല ദേഹം വളഞ്ഞ് കുത്തുമ്പോൾ നടുവിൻ്റെ വേദന പോവുകയും രക്തോട്ടം വരികയും ചെയ്യും. ഇത് യോഗാശാസ്ത്രത്തിൽ യോഗികളായ ആചാര്യന്മാർ പഠിപ്പിക്കുന്നു. അപ്പം പ്രാർത്ഥന ശരീരത്തിൽ വരുത്തുന്ന ഒരു വലിയ മാറ്റം, ഒരു പേശീവ്യൂഹങ്ങൾക്ക് ഒരു നല്ല അയവ്, ഒരു നല്ല ആരോഗ്യത്തിലേക്ക് പ്രാർത്ഥന നയിക്കുന്നുവെന്നാണ് വൈദ്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുക. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പ്രയർ ഈസ് പവർ, പ്രാർത്ഥനയാണ് ശക്തി. എഴുതിയത് ഡോക്ടർ അലക്സിസ് കാൾ. അലക്സിസ് കാളിൻ്റെ പുസ്തകമാണ് പ്രാർത്ഥനയാണ് പവർ. അദ്ദേഹം നിരീശ്വരവാദിയായ ഒരു ഫ്രഞ്ച് ചിന്തകൻ. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ സഭയോട് ചോദിച്ചു, ലൂർദിൽ നടക്കുന്ന അത്ഭുതം വെറും സൈക്കോളജിക്കലാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും, 3 ആഴ്ച താമസിക്കാൻ അനുവാദം തന്നാൽ മതി. സഭ അനുവദിച്ചു. 3 ആഴ്ച ഡോക്ടർ അലക്സിസ് കാൾ ലൂർദിൽ താമസിച്ചു. അവിടെ കണ്ട അത്ഭുതങ്ങൾ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. 3 മാസത്തേക്ക് നീട്ടി ചോദിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം ഡോക്ടർ അലക്സിസ് കാൾ എഴുതിയ പുസ്തകമാണ് പ്രയർ ഈസ് പവർ, പ്രാർത്ഥനയാണ് ശക്തി. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൻ്റെ 4 ഭാഗങ്ങളിൽ മാറ്റം വരുന്നു. ഡോക്ടറുടെ ശൈലി എഴുതിയിരിക്കുക. ഒന്നാമത് അദ്ദേഹം പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിയിൽ ഒരു കൺട്രോൾ വരുന്നു.
ശരി, ഹാർട്ട് ബീറ്റിൽ നല്ല മാറ്റം വരുന്നു ശരിക്കും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ. ഹൃദയത്തിൽ ECG ലെവലിൽ വലിയ മാറ്റം. 2, തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ശാന്തത വരുന്നു. അതോടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അല്പം കൂടെ കൂളായിട്ട് അല്പം കൂടെ ശാന്തമായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. ശാന്തത, തലച്ചോറിൽ മാറ്റം വരുന്നു. 3 പറയുന്നു, പേശീവ്യൂഹങ്ങളിൽ ഒരു വലിയ മാറ്റം, ഒരു വലിയ അയവ് നമുക്ക് വരും. 4, GSR, ത്വക്കിൻ്റെ സംവേദനക്ഷമത, അതിൽ മാറ്റം വരും. തലച്ചോറിൽ, ഹൃദയത്തിൽ, നാഡീവ്യൂഹങ്ങളിൽ, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ, ത്വക്കിൻ്റെ സംവേദനക്ഷമതയിൽ ഒരു മാറ്റം വരും. അത് എഴുതി വെച്ചു. പ്രേയർ ഈസ് പവർ, പ്രാർത്ഥനയാണ് ശക്തി. കൂട്ടത്തിൽ അച്ഛന്മാരും മുകളിൽ 3 പേര് സംസാരിപ്പിക്കുന്നുണ്ട്. കല്ല് സംസാരിച്ച് തിരിച്ചു വരുന്നുണ്ട്. സംസാരം ആവശ്യമുള്ളവർക്ക് അവിടെ ചെല്ലാം. സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. കൂട്ടമായിട്ട് പോകേണ്ട 1, 2 ക്രമമായിട്ട് ഇറങ്ങിപ്പോയി ആവശ്യമുള്ളവരെ ടോക്ക് നോക്കേണ്ട, സംസാരിപ്പിച്ച് പോരുക. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ സമയം ഉപയോഗിച്ച് കൊള്ളുക. ഇപ്പം പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ് പറയുക. പ്രാർത്ഥിക്കുമ്പോൾ ദേഹത്ത് വരുന്ന മാറ്റം, ജീവിതത്തിൽ വരുന്ന മാറ്റം, ശാരീരികമായ ഒരു വലിയ വ്യതിയാനത്തിന് പ്രാർത്ഥന കാരണമാകും. എപ്പോഴും ഓർക്കുക, കുട്ടികളുടെ ബുദ്ധിശക്തി വളരുന്നത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളില്ല. ഇന്ത്യയുടെ ചരിത്രം എടുക്കുക, റാങ്ക് കിട്ടിയ ഒരു കുട്ടി പോലും ഇന്ത്യയിൽ നിരീശ്വരവാദിയല്ല. റാങ്ക് കിട്ടിയ എല്ലാ കുട്ടികളും പ്രാർത്ഥിക്കുന്ന കുട്ടികളാണ്. അവരോട് ചോദിക്കും, അവർ മുകളിലേക്ക് കണ്ണു കയറ്റും, എന്നിട്ട് പറയും, ദൈവമാ ഞങ്ങൾ മാർഗം തന്നത്. മെസ്സി ഫ്രാൻസിനെ ഗോളടിച്ചിട്ട് ആദ്യം ചെയ്തത് കുരിശ് വരയ്ക്കുന്നു. പ്രാക്ടീസ് എന്നുള്ളതല്ല, ഒരു വിശ്വാസം. ഫ്രഞ്ചിലെ വിപ്ലവകാരിയായ നേതാവായിരുന്നു വോൾട്ടയർ. ഈ വോൾട്ടയർ തൂലിക ലഭിച്ചപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ജന്മമെടുത്തു. നിരീശ്വരവാദിയാണ്. പക്ഷെ അദ്ദേഹം എന്നും ഞായറാഴ്ച ഭാര്യയെ കാറെ കൊണ്ടുപോയി പള്ളിയിൽ വിടും. കാറിൽ കൊണ്ടുപോയി പള്ളിയിൽ വിടും. 2 മക്കളുണ്ട്. വേദപാഠം പഠിപ്പിക്കാൻ വേദപാഠ ക്ലാസ്സിൽ കൊണ്ടിരുന്നു. അദ്ദേഹം പള്ളിയിൽ കയറിയല്ല, തിരിച്ചു പോകും. ആൾക്കാർ ചോദിച്ചു, താൻ നിരീശ്വരവാദിയല്ലേ, എന്തിനാ, ഏത് ദൈവത്തെ കാണിക്കാനാ ഭാര്യയെ കൊണ്ടുവന്നു, മക്കളെ കൊണ്ടുവന്നു? വോട്ടയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് ദൈവത്തെ അറിയത്തില്ല, വിശ്വസിക്കുന്നുമില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ഭാര്യ ഏതോ ഒരു ദൈവത്തെ കണ്ടുപിടിക്കും, അവൾ എൻ്റെ വിശ്വസ്തയായ വഞ്ചിക്കാത്ത ഭാര്യയായിരിക്കും. എൻ്റെ മക്കൾ ഏതോ ദൈവത്തെ കണ്ടുപിടിക്കും, ആ മക്കൾ അപ്പനന്മാരെ വഞ്ചിക്കാത്ത മക്കളാവും, ഉറപ്പുണ്ട്. എനിക്കറിയത്തില്ല ആരാ ദൈവം, വിശ്വാസം അറിയില്ല, പക്ഷെ എൻ്റെ ബോധ്യം ഇതാണ്, അവർ ചെല്ലുന്നിടത്ത് ദൈവമുണ്ട്, അവർക്കറിയാവുന്ന ദൈവം, ആ ദൈവം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും വിശ്വസ്തയുടെ വഴിയിലൂടെ നടത്തും. ഒരു നിരീശ്വരവാദിയുടെ ഒരു ചിന്തയുടെ പങ്കുവെക്കൽ. ഇപ്പം ജീവിതത്തിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ വളരുക, പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് ജീവിക്കുക. നമ്മൾ ആദ്യം വായിച്ച ഭാഗം വ്യാഖ്യാനിക്കാം. ലൂക്ക 11:9 മുതൽ 11 വരെ. എന്താണ് പ്രാർത്ഥന? 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 3 വിധത്തിൽ. 1, വാക്കുകൊണ്ട്, 2, ചിന്ത കൊണ്ട്, 3, ആത്മാവ് കൊണ്ട്. 3 കൂട്ടം പ്രാർത്ഥന നമുക്കുണ്ട്. 1, വാക്കിൽ, 2, ചിന്തയിൽ, 3, ആത്മാവിൽ. 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എന്താ വാക്ക്? ചോദിക്കുവിൻ ലഭിക്കും. പ്രാർത്ഥനയുടെ ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ് വാചിക പ്രാർത്ഥന. അവിടെ ദൈവത്തെ കേൾക്കാനില്ല, ഞാൻ ദൈവത്തോട് മിണ്ടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് 1ാമത്തെ പ്രാർത്ഥന. കർത്താവേ, കൊച്ചിൻ്റെ പരീക്ഷയാണ്, മറക്കല്ലേ. പെരമണിയുണ്ട്, ഓർത്തോണേ. വയറ്റിൽ മൂളലുണ്ട്, കുഴപ്പം വരുത്തല്ലേ. ചില പ്രശ്നമുണ്ട്, ഒന്ന് പരിഹരിക്കണേ. ദൈവത്തിന് അറിയിപ്പ് കൊടുത്തു, അതോടെ പ്രാർത്ഥന തീർന്നു. അത് ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്നു, ദൈവം കേൾക്കുന്നു. ഞാൻ പറയുന്നു, ദൈവം കേൾക്കുന്നു. ഇതാണ് 1ാമത്തെ. ആ പ്രാർത്ഥന ഞാൻ പലപ്പോഴും ഓർക്കും, കരിസ്മാറ്റിക് പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ അവിടെ കേൾവിയില്ല, പറച്ചിലോട് പറച്ചില്ല. മുഴുവൻ സമയം ഇങ്ങനെ പ്രവറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, തമ്പുരാനെ കേൾക്കുകയില്ല. ആൾക്കാരെ കമന്റ് പറയുന്നതല്ല, പക്ഷെ ആഴങ്ങൾ കുറവാണ്. നമ്മുടെ ഉള്ളിൽ കുറെ പറയുന്നു, പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ പ്രാർത്ഥന തീർന്നു. പിന്നെ കരയുന്ന കുട്ടി, വരയ്ക്കുന്ന പട്ടി, നിരങ്ങുന്ന കസേര എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. കാരണം പറയാനുള്ളത് പറഞ്ഞു തീർന്നു കഴിഞ്ഞു. 2ാമത്തേത് അല്പം കൂടെ കൂടിയ പ്രാർത്ഥനയാണ്. അതാണ് മെൻ്റൽ പ്രയർ
മാനസിക പ്രാർത്ഥന. അവിടെ പകുതി സമയം പറയും, പകുതി സമയം കേൾക്കും. പറയാനും പകുതി സമയം, ദൈവത്തെ കേൾക്കാനും പകുതി സമയം. പള്ളിയിൽ വന്ന് എൻ്റെ ആവശ്യം തമ്പുരാനോട് പറയും. തമ്പുരാൻ്റെ മനസ്സ് ഞാൻ ചുമ്മാ കേട്ടുകൊണ്ടിരിക്കും. ഇതാണ് മെന്റൽ പ്രയർ. ഞാനും പറയുന്നു, ദൈവവും പറയുന്നു. ഒന്നാമത്തേതിൽ ഞാൻ പറയുന്നു, ദൈവം കേൾക്കുന്നു. രണ്ടാമത്തേതിൽ ഞാനും പറയുന്നു, ദൈവവും പറയുന്നു. 3 സ്പിരിച്വൽ പ്രയർ, ആത്മാവിലെ പ്രാർത്ഥന. അവിടെ എനിക്കൊന്നും പറയാനില്ല, ഞാൻ ചുമ്മാ കേട്ടുകൊണ്ടിരിക്കും. എനിക്കൊന്നും പറയാനില്ല, ഞാൻ അവനെ കേട്ടുകൊണ്ടിരിക്കും. അവിടെ ദൈവം പറയുന്നു, ഞാൻ മൗനം പാലിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിലായി ജോൺ മേരി ധ്യാനിച്ച് വൈദിക മധ്യസ്ഥൻ. അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു 2 ദിവസം ഒരു വൈദിക സംഗമത്തിൽ ചുമ്മാ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നു. ഞാൻ കൊടുത്ത് ധ്യാനിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അച്ഛനായി പഠിക്കാൻ വളരെ കഴിവ് കുറഞ്ഞ ആളായിരുന്നു ഈ ജോൺ മേരി ധ്യാനി. പഠിത്തമുള്ള മനുഷ്യർക്കിടയിൽ വിട്ടാൽ ചോദ്യം ചോദിച്ച് തോപ്പിക്കും. അതുകൊണ്ട് ആ പഠിത്തമില്ലാത്തൊരു പട്ടിക്കാട് ആർട്സ് അങ്ങോട്ട് വിട്ടു. അച്ഛനിങ്ങനെ പെട്ടിയും തൂക്കി പോവുക. പോയി ഇടയച്ചെറുക്കനെ കണ്ടു. അച്ഛൻ ചോദിച്ചു, മോനെ ആർട്സിലെ പള്ളിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? അവൻ പറഞ്ഞു, പള്ളിയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തന്നാൽ അച്ഛൻ എനിക്ക് എന്നാ അത്? അച്ഛൻ പറഞ്ഞു, പള്ളിയിലേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് ഞാൻ കാണിച്ചു തരാം. പള്ളി ഒരാഴ്ച കാലം പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വീർത്ത മുഖമായി പള്ളിക്കകത്ത് കയറി പോകുന്നവർ 1 മണിക്കൂർ കഴിഞ്ഞ് ചിരിക്കുന്ന മുഖത്തോടെ വരും. ഒരാഴ്ച അച്ഛൻ ഇയാളെ ശ്രദ്ധിച്ചു. അച്ഛൻ ചോദിച്ചു, ആരാ? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഭാര്യ തളർന്നു കിടക്കുന്നു, 2 കുഞ്ഞുങ്ങളും. രാവിലെ കുളിപ്പിച്ച് തുടപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഞാൻ ജോലിക്ക് പോയി 1 മണിക്ക് തിരിച്ചു വരും. ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്ത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സാകെ തളരുന്ന ഞാൻ നേരെ ദേവാലയത്തിൽ വരും. ഞാൻ സക്കരാരിയെ നോക്കിയിരിക്കും, അവരെന്നെയും നോക്കിയിരിക്കും. കുറേ കഴിയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭാരം സൂര്യപ്രകാശത്തിൽ മഞ്ഞകഷ പോലെ ഉരുകിപ്പോകും. ദൈവം എന്നെ മിണ്ടിക്കൊണ്ടിരിക്കും. കിടക്കാൻ നേരത്ത് പുഴയിൽ കരങ്ങൾ തുറന്നു വെച്ച് ചുമ്മാ ഇരിക്കും, ദൈവത്തെ കേൾക്കാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അല്പസമയം പ്രാർത്ഥിക്കും, ദൈവത്തെ കേൾക്കാൻ. ഇതാണ് അതാണ് 3-ാം ഘട്ടം. 1-ാം ഘട്ടത്തിൽ ഞാൻ പറയുന്നു, ദൈവം കേൾക്കുന്നു. 2-ാം ഘട്ടത്തിൽ ഞാനും പറയുന്നു, ദൈവവും പറയുന്നു. 3-ാം ഘട്ടത്തിൽ എനിക്കൊന്നും പറയാനില്ല, ദൈവം പറയും, ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഇതാണ് പ്രാർത്ഥന. ഞാൻ പലപ്പോഴും നമ്മുടെ കർത്താവിനെ കുറിച്ച് ഓർക്കും. ദൈവമേ, ആദ്യമെല്ലാം പ്രാർത്ഥന കേട്ടാൽ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനക്കാരൻ പ്രാർത്ഥിക്കും, മഴ തരണേ, മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ. അതേസമയം കുട്ടനാട്ടുകാർ മഴയരുത്, മഴയരുത്, വീട് വെള്ളത്തിൽ മുക്കരുത്. കപ്പ ഇടുന്നവൻ മഴ തരണേ, കപ്പ വാട്ടുന്നവൻ മഴയരുത്. കർത്താവ് എല്ലാവരെയും കേൾക്കണം. ഈ കർത്താവ് ആരെ പോലെ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ്. ഏത് സമയവും എല്ലാവരെയും കേട്ടോട്ടിരുന്നേ പറ്റുള്ളൂ. സകലരെയും കേൾക്കണം. ഒരു ചെറുപ്പക്കാരൻ്റെ കുടലിൽ അൾസർ, അടിയന്തര ഓപ്പറേഷൻ. അപ്പനെ മുടിച്ച് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു 3 മണിക്കൂർ നീളുന്ന ഓപ്പറേഷൻ. അപ്പം ഇവൻ പറഞ്ഞു, അപ്പ 3 മണിക്കൂർ എൻ്റെ ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ്റെ സമയത്ത് അപ്പൻ ഉപകാരം ചെയ്യാം. തിയേറ്ററിന് പുറത്ത് ചാരിമെഞ്ചിൽ കൈ വിധിച്ചിരുന്നു. എനിക്ക് വേണ്ടി കർണപത എല്ലണം, അപകടം വരാതിരിക്കാൻ മനസ്സിന് ധൈര്യം കിട്ടാൻ. അപ്പം പറഞ്ഞു, പൊക്കോ, ഞാൻ ചെല്ലിക്കോളാം. ഓപ്പറേഷൻ ആരംഭിച്ച് അപ്പം കൈ വിരിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളേക്കാൾ പ്രായമുള്ള വേറൊരാളും അപ്പം നിന്ന് കൈ വിരിച്ച് പ്രാർത്ഥിക്കും. അയാൾ ഇയാളോട് ചോദിച്ചു, എന്നാ പ്രാർത്ഥിക്കുന്നു? എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ, അവൻ അപകടം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിന് ഞാൻ കൈ വിരിച്ച് പ്രാർത്ഥിക്കുക. ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനും തന്നെ പ്രാർത്ഥിക്കുന്നു. അയാൾ പറഞ്ഞു, എൻ്റെ മോനാണ് ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കേൾക്കണം, രോഗിയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, എല്ലാവരെയും കേൾക്കണം. എന്നെ ആൾക്കാർ ഏൽപ്പിക്കുന്ന ഏക ദൗത്യം പ്രാർത്ഥനയാണ്. എങ്ങനെയോ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഉത്തരവുണ്ട്. 4 കൂട്ടം കാര്യങ്ങളുണ്ട് എന്നെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ പിടിച്ചു പറിച്ചു കൊണ്ടുപോകും. 1, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ കല്ലിട്ടാൽ 6-ാം മാസം ആ പെരപണി തീർന്നിരിക്കുന്നു. ഏതോ ഒരു ചേട്ടൻ ഇത് ആരോടോ പറഞ്ഞു,
അത് യൂദയ സമറിയ മൊത്തം പറഞ്ഞു. നിർബന്ധം കൊണ്ട് ഒരു ദിവസം 7 പേർക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല, ആൾക്കാർ കാലേ കല്ലുകൊണ്ടുവരും, ഞാൻ പ്രാർത്ഥിച്ചു. 2, വിൽക്കാതെ കിടക്കുന്ന സ്ഥലം എന്നെ കൊണ്ട് ഉപ്പ്, എണ്ണ, വെള്ളം വെഞ്ചരിച്ചാൽ ഉടനടി കച്ചവടം. ഒരുപാട് പേര് സ്ഥല കച്ചവടം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നടത്തിയിട്ടുണ്ട്. അതോടുകൂടി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു തീരുമാനവുമായി, എനിക്കൊരു വരുമാനവുമായി. അപ്പോൾ രണ്ടാമത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കും. 3, കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത ദമ്പതിമാർ വന്ന് പ്രാർത്ഥിപ്പിക്കും. കുർബാനയും ആരാധനയും കഴിഞ്ഞു. പലരും പിന്നീട് പറഞ്ഞു, അച്ഛാ ധ്യാനത്തിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കൊച്ച അച്ഛൻ്റെ ധ്യാനത്തിലുണ്ടായതാ, ഇത് അച്ഛൻ്റെ കൊച്ച തലേ പിടിച്ച്. അപ്പൊ നമുക്ക് ഒരു 3 പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. ഞാൻ അങ്ങനെ 18ഓളം പിള്ളേരെ ഞാൻ മാമൂസ് നോക്കിയിട്ടുണ്ട്. 4, ഈ ഒരു പ്രാർത്ഥനയുണ്ട്, അത് അടുത്തേക്ക് നിർത്തിവെച്ചായിരുന്നു. പ്രായമായി മരിക്കാൻ കിടക്കുന്ന കാരണവന്മാർ അങ്ങനെ കിടക്കുമ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ 2 ഉറപ്പ്. ഒന്ന് പൊങ്ങിപ്പോവും, അല്ലെ പൊങ്ങിപ്പോരും. പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോയി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് 20ഓളം അപ്പനമ്മമാരെ ഞാൻ തന്നെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ. ഞാനെങ്ങാനും മരിച്ചു കഴിയുമ്പോൾ ഈ കക്ഷികൾ എന്റെ കാലം പിടിച്ച്. എന്റെ കൂട്ടുകാരന്റെ അപ്പൻ ബസ്സോർ പിടിച്ച് ക്ഷീണിച്ച് കിടക്കുക. ഇപ്പം ക്ഷീണിച്ച് കിടന്നപ്പോൾ ഇയാളുടെ ഭാര്യ പറഞ്ഞു, പുത്തമ്പരേശം കൂട്ടുകാരനല്ലേ, വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചാലും. ഞാൻ വീട്ടിച്ചു. അപ്പന് മരിക്കാറായെന്നറിയാം, ഇങ്ങനെ നീട്ടി വലിക്കുക. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നത്തുപോലെ കുത്തിയിരിക്കും. എനിക്ക് ചോദ്യ വർത്താനം പറയാൻ വേണ്ടി വാ പിടിക്കും. എൻ്റെ ഭാര്യ അമ്മയെക്കൊണ്ട് മടുത്തിരിക്കുക. ഞാൻ വെറുതെ കൂടിയാൽ 3 ആഴ്ചയുള്ളൂ, നീ വീട്ടിൽ ഒരുത്തോടും പോയേക്കരുത്. ഇല്ല അച്ഛാ, ഞാൻ ചായ കുടിച്ചു കാറെ കയറി പോരാൻ നേരത്ത് എൻ്റെ ഭാര്യ എൻ്റെ കയറെ പിടിച്ച് ഒറ്റ വലി ചെന്നാടി പിടിച്ചു. പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലക്കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലേക്ക് ഉത്തരം തരും. പ്രാർത്ഥിക്കാന്നുള്ളത് ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടിവിൻ തുറന്നു കിട്ടും എന്നാണ് തിരുവചനം പറയുക. അപ്പൊ നമ്മൾ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. എത്രയോ ഉത്തരങ്ങൾ ചിലപ്പോൾ ഉടനെ ആയിരിക്കും, ചിലപ്പോൾ കുറെ കഴിഞ്ഞായിരിക്കും. പക്ഷെ ഉത്തരം ദൈവം കൃത്യമായി നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതൊരു പക്ഷെ ഇന്നെന്നുള്ളത് നാളെ നാളാം. ആ ഒരു ചിന്ത നമുക്ക് വരണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം പല പല അനുഭവങ്ങളിലൂടെ ഇടവേളകളിൽ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ബൈബിൾ ഭാഗമാണ് ലൂക്കാസ് വിശേഷം 22:39 മുതൽ 46 വരെ. ലൂക്ക 22:39 മുതൽ 46 വരെ. യേശു ശിഷ്യന്മാരെ കൂട്ടി ഗെത്സമനേ ചെല്ലുക. പൂപ്പറമ്പി ഓർക്കുക, ഒരു ചെറിയ മല, അത് സിയോൻ മാളിക. അവിടുന്ന് 200 മീറ്റർ താഴോട്ട് നടക്കുമ്പോൾ കെദ്രോൻ താഴ്വര. കെദ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. കെദ്രോൻ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. അവിടെ നിന്നും ഒരു 300 സ്റ്റെപ്പ് മുകളിലോട്ട് വെച്ചാൽ ഗെത്സമേൻ. ഗെത്സമേൻ ഗെത്സമേൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു വാട്ടുന്ന ചക്കമുള്ള സ്ഥലം. ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ്. കെദ്രോൻ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, ഗെത്സമേൻ ഒരു വാട്ടുന്ന ചക്കമുള്ള സ്ഥലം. ഗെത്സമേൻ അവിടെ യേശു പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ യേശു കമിഴ്ന്നു വീഴും. കമിഴ്ന്നു വീഴുന്നത് ഫിസിക്കൽ ലാംഗ്വേജാണ്, പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ്. കമിഴ്ന്നു വീഴുക, കമിഴ്ന്നു വീഴും, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്രിസ്തു എന്ത് ചെയ്തു? ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി. ഇതിന്റെ അർത്ഥം എന്താ? 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. എപ്പോഴും വർത്താനവും പിള്ളകളെയും കളിതമാശയോടെ നടന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരിക്കണം. കുടുംബത്തിൽ 100 കൂട്ടം കാര്യങ്ങളായിട്ട് പോകുമ്പോഴും കിടക്കാൻ നേരത്തെങ്കിലും അല്പസമയം ചുമ്മാ ഒറ്റയ്ക്കിരിക്കണം. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണ് അറിയുക. അതാണ് നമ്മൾ കാണുന്നത്. ഹാഗാരിന് ഇസ്മായേൽ എന്ന മകൻ ജനിച്ചപ്പോൾ ഈ മകന് ദാഹിച്ചു.
ഹാഗാർ ചെയ്തതല്ല. ഒരു മരിച്ചെടിയുടെ ചോട്ടിൽ മോനെ കരുതിയിട്ട് ഒരു അമ്പെയ്ത്ത് ദൂരം പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. സ്വന്തം കുഞ്ഞിനെ ഒരു മരത്തിന് ചുവട്ടി വെച്ചിട്ട് ഒരു അമ്പെയ്ത്ത് ദൂരം പോയി. ഒരമ്പ ചെയ്താൽ എത്ര ദൂരം പോവോ അത്രയും ദൂരം പോയി. യേശു പ്രാർത്ഥിച്ചിട്ട് മരുഭൂമിയിലേക്ക് പോയി ഏകാന്തതയിൽ ഇരിക്കാനായിട്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥനാനുഭവം, ഒരു ദൈവാനുഭവം ഉള്ളിലേക്ക് വരിക. യേശു ഒരു കല്ലേറ് ദൂരം മാറി. ഇപ്പം നിങ്ങൾക്കൊരു സംശയം, ജോസഫ് വെച്ച ഒരു കല്ലേറിന് വെച്ചാൽ എൻ്റെ ദൂരമാ? മറുപടി ഒന്നേ ഉള്ളൂ, എരിയുന്നവൻ്റെ ഊര് പോലെയാണ് ദൂരം. 10 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 20 മീറ്റർ, 5 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 10 മീറ്റർ. ചില ആൾക്കാരിൽ നിന്ന് പരമാവധി അകന്നാലേ ദൈവത്തോട് അടുക്കാൻ പറ്റും. എല്ലാവരെയും സൂചിപ്പിച്ചും എല്ലാവരെയും രസിപ്പിച്ചും നടന്നാൽ ദൈവത്തോട് എടുക്കാൻ പറ്റുകയില്ല. ദൈവത്തോട് അടുപ്പിക്കാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ദൈവത്തോട് അടുപ്പിക്കുന്ന ബന്ധങ്ങൾ സ്വീകരിക്കണം. ഇതാണ് പ്രാർത്ഥനയുടെ നിയമം. ദൈവത്തോട് ആരെങ്കിലും അടുപ്പിക്കുമോ അവരോട് പരമാവധി അടുക്കുക. ദൈവത്തോട് അടുപ്പിക്കാത്തവരിൽ നിന്നും പരമാവധി അകലുക. ഇപ്പോൾ ഒരു കല്ലേറ് ദൂരം മാറി അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്നാണ് പറയുക. ഒരു കല്ലേറ് ദൂരം. ഇനിയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ നമ്മൾ കാണുന്നു. ചിന്തകൾ. 1, നാളെ നിനക്കൊരു കുരിശുണ്ടെങ്കിൽ, നാളെ എനിക്കൊരു കാൽവരിയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വേർക്കും. ഒന്നാമത്തെ ചിന്ത ഏതാ? നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. യേശുവിന് കുരിശുണ്ട്, യേശുവിന് കാൽവരിയുണ്ട്, പ്രാർത്ഥിച്ചപ്പോൾ അവൻ വേർത്തുപോയി. എൻ്റെ ഭർത്താവിന് സ്ട്രോക്കിൻ്റെ ആരംഭം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഭാര്യ വേർത്തു പോകും. എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സൂചനയെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. എൻ്റെ കുഞ്ഞിന് മാരകമായ രോഗമെന്ന് പറഞ്ഞാൽ അപ്പനമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥന നമ്മളെ വേർപ്പിക്കും. രണ്ടാമത്തെ ചിന്ത, നാളെ കുരിശില്ലേ, നാളെ കാൽവരിയില്ലേ, പ്രാർത്ഥന എന്നെ ഉറക്കത്തിലേക്ക് നയിക്കും. സുഖമായ ഉറക്കം. കുരിശില്ല, കാൽവരിയില്ല. അച്ഛന്മാർക്ക് പോലും അറിയാം പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയമാണ്. ഉറക്കത്തിൻ്റെ സമയം. ഒരമ്മച്ചി രാത്രി 9 പ്രായമുള്ള വികാരിച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ ഗുളിക 2 എടുത്തിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു, സഹോദരി കൊന്ത എത്തിക്കൊണ്ട് കിടന്നാൽ മതി, ഉടനെ ഉറക്കം വന്നോളൂ. അച്ഛന് പോലും അനുഭവത്തിൽ നിന്ന് പിടിച്ച പാഠം. പ്രാർത്ഥന തുടങ്ങിയാൽ ഉടനെ ഉറക്കം വരും, ഉടനെ ഉറക്കം വരും. ഒരു പ്രസംഗമാണേലും എത്ര നല്ലതാണേലും ഒരു പരിധി കഴിയുമ്പം മനുഷ്യൻ മയങ്ങാറുണ്ട്. ഒരു പ്രത്യേക മയക്കത്തിലേക്ക് മനുഷ്യൻ വീഴാറുണ്ട്. ഒരു അച്ഛൻ ചിക്കൻ കുനിയാട് നാളുകളിൽ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ മാത്രം ഞൊണ്ടി വന്നിട്ടുള്ളൂ, വേറെ ആരും. അച്ഛൻ പറഞ്ഞു, അങ്കിൾ ഒരാളെ ഉള്ളതുകൊണ്ട് നീ പ്രസംഗിക്കാൻ മൂടില്ല, സുവിശേഷം കഴിയുമ്പോൾ കാറസൂസ ചിന്തിക്കണം. ചേട്ടൻ പറഞ്ഞു, മര്യാദയില്ലാത്ത വർത്താനം പറയരുത്, ഞൊണ്ടി വന്നു, എൻ്റെ അവകാശമാണ് ദൈവത്തിൻ്റെ വചനം. ഒരു കോഴിയെ ഉള്ളതെന്നും പറഞ്ഞ് തവിട് കൊടുക്കാതിരിക്കുമോ? ഒരു ആടെ ഉള്ളതെന്നും പറഞ്ഞ് പ്രാവന കൊടുക്കാതിരിക്കുമോ? ഒരു ആത്മാവെ ഉള്ളതെന്നും പറഞ്ഞ് വചനം കൊടുക്കാതിരിക്കുമോ? അച്ഛൻ ആവേശമായി. സുവിശേഷം കഴിഞ്ഞു അയാൾ ഒറ്റയ്ക്ക് എഴുതി 40 മിനിറ്റ് ഒരു പ്രസംഗം. ഇവൻ അയാളാകെ മടുത്തുപോയി. കുർബാന കഴിഞ്ഞു അച്ഛൻ തിരുവസ്ത്രങ്ങൾ ഊരിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് വെറുതെ ഇന്ന് പഠിപ്പിച്ച പാഠം മനുഷ്യാനും മറക്കുകയാണ്. ഒരു ആടയുടെയും പ്രാല, ഒരു കോഴിയുടെയും തവിൾ, ഒരു ആത്മാവുടെയും വചനം ഞാൻ കൊടുത്തിരിക്കും. ചേട്ടൻ പറഞ്ഞു, പൊന്നച്ച ഒരേ തമ്പരാനെ ഒരിക്കൽ ഒരു കോഴിക്ക് ഒറ്റയ്ക്ക് ഒരു ബക്കറ്റ് തീറ്റ കൊടുത്തേക്ക് കോഴി ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നാളെ കുരിശില്ലേ? നമുക്ക് കുരിശുണ്ടോ കുർബാന തീരല്ലേ? കുരിശുണ്ടോ ആരാധന തീരല്ലേ? കുരിശുണ്ടോ വചനം തീരല്ലേ? കുരിശില് വാച്ച് നോക്കും, വാച്ച് ആൻഡ് പ്രേ, എപ്പോഴാണ് പോയാൽ മതി. അപ്പം കുരിശ്, നാളെ കുരിശുണ്ടോ പ്രാർത്ഥന വേർപ്പിക്കും. നാളെ കുരിശില്ലേ, പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഉറക്കത്തിലേക്ക് നയിക്കും. ഇതാണ് നമ്മൾ കാണുക. ഇവിടെ ഒരു ചിന്ത നമ്മുടെ കൂട്ടത്തിൽ 2ാം ഭാഗത്ത് വരുന്നുണ്ട്. അത് ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും, പ്രാർത്ഥിച്ചില്ലേ എന്ത് സംഭവിക്കും, അതാണ് ദുഃഖവെള്ളിയാഴ്ച. പ്രാർത്ഥിക്കാത്ത 2 കള്ളന്മാർ കുരിശിൽ വന്നു. ആണി അടിച്ചപ്പോൾ
ചാട്ടയടിച്ചപ്പോൾ ചീത്ത വിളിച്ചു, പരിഭവിച്ചു, പരാതി പറഞ്ഞു. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ രോഗം വന്നാൽ, കുടുംബത്തിൽ പ്രശ്നം വന്നാൽ, സാമ്പത്തിക തകർച്ച വന്നാൽ, ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ ചുമ്മാ പെറുപെറുക്കും, മുറുമുറുക്കും. പ്രാർത്ഥിക്കാത്തവന് കുരിശ് അവന് ഭയങ്കര പരാതിയ, പരിഭവമാണ്. പക്ഷേ പ്രാർത്ഥിച്ച ക്രിസ്തുവിന് കുരിശ് പിതാവായ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളായിരുന്നു. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ സമർപ്പിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് വരിയിൽ എന്തു കുരിശും എന്തു വേദനയും എന്തു വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും. ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. പ്രാർത്ഥിക്കാത്ത ആളാണോ കൊച്ചു പ്രശ്നം വഴി പൊട്ടിത്തെറിക്കും, അസ്വസ്ഥരാകും. ഒരു പാഠം കൂടി ഈ ഗതസമേൻ നമുക്കായി സമ്മാനിക്കുന്നുണ്ട്. ആ പാഠം ഇപ്രകാരമാണ്: കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ അവനായി ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. ഗസമേൻ കാസ കൊടുത്തവൻ കുരിശിൽ ആശ്വസിപ്പിക്കുവാൻ ദൂതനെ അയച്ചു. ജീവിതത്തിൽ ഇതെന്നും ഓർക്കേണ്ട ഒരു പാഠമാണ്, അനുസ്മരിക്കേണ്ട ഒരു ഭാഗവുമാണ്. ജീവിതത്തിൽ കുരിശ് വരുമ്പോൾ ഒരുപാട് നീറി നൊന്നപ്പോൾ ദൈവം 3 ദിവസങ്ങളിൽ ഒരു ചെറിയ ധ്യാനം, എവിടെയോ മനസ്സിന് ഒരാശ്വാസം ലഭിക്കാൻ. ഒത്തിരി നീറിയപ്പോൾ ഷാലും ഷക്കേന ഗുഡ്നസ് ചാനലിൽ ഒരു വചനം, തിരുവചനം, ഒരു തിരുമണിക്കൂർ ആരാധന. ഒത്തിരി നൊന്നപ്പോൾ സൺഡേ ശാലൂമിൽ ഒരു മുഖക്കുറിപ്പ്. ഒരുപാട് വേദനിച്ചപ്പോൾ ബൈബിളിൽ നിന്നും ഒരു ഭാഗം. ഒത്തിരി നൊന്നപ്പോൾ ഞായറാഴ്ച കുർബാനയിൽ ഒരു ആശ്വാസത്തിൻ്റെ ദൂത്. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്നവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ അവന് വേണ്ടി ഒരു മാലാഖയെ എന്നും അയച്ചു കൊടുക്കും. അതല്ലേ തിരുവചനം നമുക്ക് തരുന്ന ഒരു വലിയ ഉറപ്പ്, ഒരു വലിയ ബോധ്യം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പടിപടിയായി നമ്മൾ എടുത്തു നോക്കേണ്ടതായിട്ടുണ്ട്. അതാണ് മത്തായി 17:1 മുതൽ 8 വരെ വാക്യങ്ങൾ. മത്തായി 17:1 മുതൽ 8 വരെ വാക്യങ്ങൾ. യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ കൂടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. മലയ്ക്ക് പേരില്ല, പിന്നീടാണ് പേരിട്ടത് താബോർ. മത്തായി 17 ആ പേരില്ല, ഉയർന്ന മല. പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരൽപ്പകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവന്റെ വസ്ത്രം വെട്ടിത്തള്ളി. ഏലിയായി മോശയും സംസാരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ശോഭയേറിയ മേഘം വന്ന് മൂടി. മേഘത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്ന കേൾക്കുക. അവർ ഭയവേദനായി അവിടുന്ന് വീണു. ഈശോ അടുത്ത് തോളിത്തട്ടിപ്പറഞ്ഞു, വരൂ, ധൈര്യമായിരിക്കും, താഴ്വരയിലേക്ക് പോകാം. അച്ഛന്മാർക്കും ആത്മാർക്കും ആർക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവം 3 സമ്മാനം കൊടുത്തു, ലോകാരംഭം മുതൽ ഇന്ന് വരെ. 1 ഇല്യൂമിനേഷൻ, മുഖപ്രകാശം. 2 ക്ലാരിറ്റി, വ്യക്തത. 3 കറേജ്, ധൈര്യം. പ്രാർത്ഥിക്കുന്ന ദൈവം 3 സമ്മാനം കൊടുക്കും. 1 മുഖപ്രകാശം, ഇല്യൂമിനേഷൻ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുഖപ്രകാശം നമ്മളിലേക്ക് വരുന്നു. അതിൻ്റെ കാരണം എന്താ? ഗ്രീക്ക് അക്ഷരമാലയിൽ 3 അക്ഷരങ്ങൾ. 1 ആൽഫ, 15 ഒമിക്രോൺ, 30 ഒമേഗ. ഇതാണ് 30 അക്ഷരങ്ങൾ. 1 ആൽഫ, 15ാമത്തേത് ഒമിക്രോൺ, 30ാമത്തേത് ഒമേഗ. ദൈവം ആദിയും അന്ത്യവും ആൽഫയും ഒമേഗയുമാണ്. ആൽഫ പ്രകാശമാണ്. ആൽഫ അക്ഷരം മുഴുവൻ പ്രകാശമാണ്. കാരണം ദൈവവുമായി ബന്ധപ്പെട്ടതെല്ലാം എന്നും എപ്പോഴും പ്രകാശമല്ലേ. ദൈവം അതരം തുറന്നു. ആദ്യം പറഞ്ഞ വചനം ഉൽപ്പത്തി 1:3, പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നടന്നപ്പോൾ 40 വർഷം രാത്രിയിൽ ദീപസ്തംഭത്തിന്റെ പ്രകാശം. പ്രകാശമായ ക്രിസ്തു പുൽക്കൂട്ടിൽ പറന്നപ്പോൾ ആകാശത്ത് പ്രകാശം കണ്ണു തുറന്നു, നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ദൈവം കുരിശിൽ മിഴിവ് കിട്ടിയപ്പോൾ നക്ഷത്രം കണ്ണടച്ചു, സൂര്യൻ ഇരുണ്ടു.
യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി 5:13-14 നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. ദൈവത്തോട് ബന്ധപ്പെടുന്ന പ്രകാശം. കുർബാന കഴിയുമ്പോൾ, കൊന്ത ചെല്ലുമ്പോൾ, ആരാധന കഴിയുമ്പോൾ, ഭക്തിഗാനം ആലപിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, ഒരു നല്ല കുമ്പസാരം നടത്തുമ്പോൾ ഈ ആൽപ്പാതരംഗം ദേഹത്തേക്ക് വരും. മുഖത്തിൻ്റെ പ്രകാശം. ധ്യാനം കൂടാൻ പോകുമ്പോൾ ഇരുണ്ട മുഖം, ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ വ്യക്തമുള്ള മുഖം. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ആഗമനം, രണ്ട് ജൈന്യം തെറ്റാതുള്ള ഭക്ഷണം, രണ്ടിനും തിരുവാകം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു സമ്മാനം മുഖത്തൊരു നല്ല വെട്ടമാണ്, നല്ല വെട്ടം. പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാരുടെ മുഖത്ത് ഒരു വെട്ടമാണ്. ചുമ്മാ വീട്ടിൽ ചെന്ന് അടുപ്പിരിക്കുക, അമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാൽ മതി, സമയം വന്നറിയല്ല, ഒരു വെട്ടമുണ്ട്. അപ്പൻ്റെ മുഖത്ത് വെട്ടമുണ്ട്. അപ്പം ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തരംഗം ആൽഫാതരംഗം, അതാണ് ഒന്നാമത്തേത്. രണ്ടാമതൊരു തരംഗമുണ്ട്, അത് ബീറ്റാ തരംഗമാണ്. ബീറ്റാ തരംഗം എന്ന് പറയുന്നത് തല പുകഞ്ഞ് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ബീറ്റാ തരംഗം. നാട്ടിൽ 100 ഡൈവോഴ്സ് കേസ് വന്നാൽ 70 IT വേൾഡിൻ്റെ ഡൈവോഴ്സ് കേസാണ്. കാരണം ഭർത്താവും കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്നു, ഭാര്യ നോക്കിയിരിക്കുന്നു, ദേഹത്ത് കിട്ടുന്നത് ബീറ്റാ തരംഗമാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന നേഴ്സിൻ്റെ ദേഹത്ത് ബീറ്റാ തരംഗമാണ്. കാരണം ഉറക്കക്ഷീണം കാരണം വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും സ്ത്രീകൾ വരുന്നത് എൻ്റെ അച്ചു വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാ പറ്റി? ഇന്നലെ രാത്രി ഇവിടെ നൈറ്റായിരുന്നു, അതിൻ്റെ ക്ഷീണമാണ് ദേഹത്ത് കാണുക. അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിയുമ്പം ദേഹത്ത് ഒരു ബീറ്റാ തരംഗം. കണക്ക് കൂട്ടി തല പുകയുമ്പോൾ ദേഹത്ത് ബീറ്റാ തരംഗം. ബീറ്റാ തരംഗം വരുമ്പോൾ മന്ദത, മറവി, ഭാരം, ഒരു പിരിമുറുക്കത്തിലേക്ക് വരും ബീറ്റാ തരംഗം. 3 ഡെൽറ്റാ തരംഗം. എന്താണ് ഡെൽറ്റാ തരംഗം? പൊടി മയക്കത്തിൽ ദേഹത്തുള്ള തരംഗമാണ് ഡെൽറ്റാ തരംഗം. ഉപ്പുമാവ് കഴിച്ച് ഓഫീസിൽ പോയാൽ ഡെൽറ്റാ തരംഗമാണ്. കപ്പ് ക്ലാസ്സിൽ വന്ന കുട്ടിയുടെ ദേഹത്ത് ഡെൽറ്റാ തരംഗമാണ്. ഒരു പൊടി മയക്കം, എന്തോ സംഭവിക്കുമെന്നറിയാം, എന്താണെന്ന് അറിയത്തില്ല, ഒരു മയക്കം, ഡെൽറ്റാ തരംഗം. ഞാൻ ആലുവായിൽ കന്യാസ്ത്രീ അമ്മമാരെ ധ്യാനിപ്പിക്കുക. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം മദറിൻ്റെ ഫീസ്റ്റാണ്. എല്ലാവർക്കും മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഞങ്ങളിതെല്ലാം കഴിച്ചു. ഒരു 2:30 മുതൽ 4 വരെ 26 സിസ്റ്റേഴ്സിനെ ഞാൻ തന്നെ സംസാരിപ്പിക്കണം. നല്ല വീതിയുള്ള പലകിൽ കൈവച്ച് തിരിഞ്ഞും മറിഞ്ഞും ഞാൻ സംസാരിപ്പിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നെയ്മയം കൺട്രോളിൽ ഓടുകയും ഒരു ഡെൽറ്റാ തരംഗത്തിലേക്ക് ഞാൻ സാവധാനം വഴി വീഴുകയും ചെയ്തു. ഒരു ചെറിയ മയം. 5-6 കന്യാസ്ത്രീമാർ സംസാരിച്ചു. ഒരു പ്രായമുള്ള അമ്മ വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഭാവം കേട്ടു. അല്പം കഴിഞ്ഞ് ഡെൽറ്റാ തരംഗത്തിൽ ഞാൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, തീർന്നച്ചാ തീർന്നു. അപ്പോൾ ആ ചമ്മൽ കുംസാരക്കൂട്ടിൽ അച്ഛൻ ഉറങ്ങുന്നത് മഹാമോശമല്ലേ. ബോധം വീണ്ടെടുത്ത് ഞാൻ കന്യാസ്ത്രീകൾക്ക് കൊടുക്കാൻ ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു, വന്നുപോയ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കാഴ്ചവെക്കണം. അത് പറയാൻ ആഗ്രഹിച്ചു തുടങ്ങിയതാണ്. പക്ഷേ അതിലേക്ക് വീണ്ടും ഡെൽറ്റാ തരംഗത്തിൽ ഞാൻ വഴുതി വീഴുകയും ഞാൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു, വന്നുപോയ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പൂജിതമാകണം, ഇന്ന് രാജ്യം വരണം, നിങ്ങൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞാൻ തന്നെ ചൊല്ലിപ്പോയി. സിസ്റ്റർ ചോദിച്ചു, എന്നാ അച്ചായത്? ബോധം വന്നു. പിന്നെ വീണ്ടെടുത്ത് ഞാൻ ഉരുണ്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി തെറ്റാത്തരത്തിൽ എന്തോ സംഭവിക്കുന്നറിയാം എന്നാണെന്ന് അറിയത്തില്ല. 1 ആൽഫ, 2 ബീറ്റ, 3 ഡെൽറ്റ, 4 തേറ്റ, തീറ്റ അല്ലെങ്കിൽ തേറ്റാ തരംഗം. അതാർക്കാണ്? ചുഴലി രോഗമുള്ളവർ ബോധം വിട്ട് വീഴുമ്പോൾ ദേഹത്ത് വീഴും തേറ്റാ തരംഗം. ഷുഗറിന് നിരന്തരം മരുന്ന് കഴിക്കുന്നവർ ദേഹത്ത് മയക്കത്തിൽ തേറ്റാ തരംഗം. ഏതെങ്കിലും രോഗത്തിന് നിരന്തരമായി മരുന്ന് കഴിക്കുന്നവർ വെളുപ്പിന് 1 മണിക്കും 4 മണിക്കും പൂർവ്വം വിളിക്കുമ്പോൾ ആ പൂർക്കത്തിൽ തേറ്റാ തരംഗം. ബീറ്റ, ഡെൽറ്റ, തേറ്റാ തരംഗം നമ്മൾ ദേഹത്ത് വെച്ചുകൊണ്ട് നടന്നാൽ ഉണ്ടാകുന്ന ഒരപകടം, 5 രോഗങ്ങൾ ദേഹത്ത് പിടികൂടും. 1 വയറ്റിൽ വേദന, 2 തണ്ടൽ വേദന, 3 തലവേദന, 4 അലർജി, 5 നമ്മുടെ ദേഹത്ത് സന്ധികൾക്ക് പോലും ഒരു നൊമ്പരവും വേദനയും. അതുകൊണ്ടാണ്
കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിൽ ഒരു നല്ല കൗൺസിലിങ്ങും കുംസാരവും സ്തുതിപ്പും പാട്ടും നടത്തുമ്പോൾ തേറ്റ ബീറ്റ ഡെൽറ്റ തരംഗം ആൽഫ തരംഗമായിട്ട് മാറും. അതാണ് അത്ഭുതകരമായ രോഗശാന്തി. വേഗത്തുള്ള നെഗറ്റീവ് തരംഗങ്ങൾ പോസിറ്റീവ് തരംഗങ്ങളാകുമ്പോൾ അത്ഭുതകരമായ ഹീലിംഗിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അപ്പം പ്രാർത്ഥന വരുന്ന മാറ്റം, പ്രാർത്ഥന നമ്മൾ നിർത്തും. ഒപ്പം ഒന്ന് മുഖപ്രകാശം, അതാണ്. രണ്ടാമത് പ്രാർത്ഥന വരുന്ന സമ്മാനമാണ് വ്യക്തത, ക്ലാരിറ്റി. എന്താ വ്യക്തത? ഏലിയായും മോശയും സംസാരിക്കുന്ന കണ്ടു. അപ്പോൾ മേഘത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്നത് കേൾക്ക്. ഏലിയ പോയി, മോശ പോയി, പഴയ നിയമം പോയി. ഇനി യേശുവിന്റെ പുതിയ കാലം വ്യക്തത. പഴയ ആകാശം കടന്നു, പഴയ ഭൂമി കടന്നു, ഇത് പുതിയ ലോകക്രമം. ഇതാണ് ഈ വ്യക്തത എന്ന് പറയുന്നത്. ഇന്നലെ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. ജെറമിയ 29:11. ഇതിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനില്ല, നന്മയ്ക്കുള്ള പദ്ധതി. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതി ഇതിനെ കുറിച്ചുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വ്യക്തത. എനിക്കിത് നല്ല ഉറപ്പാണ്. ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം നാളത്തെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് ശരിക്കും ഉറപ്പുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഇടുക്കി കട്ടപ്പനയത്ത് വലിയ തോവാള് ഞങ്ങളുടെ ഗ്രാമം. അന്ന് ചെരുപ്പ് മേടിക്കാൻ വീട്ടിൽ കാശില്ല. കാരണം കുടിയേറ്റ കാലഘട്ടമാണ്. അപ്പൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നയാൾ. അപ്പൻ ചെരുപ്പില്ല, അമ്മയ്ക്ക് ചെരുപ്പില്ല. എനിക്കിവിടെ ഏക ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനും ചെരുപ്പില്ല. അപ്പം ഞാനും ചെരുപ്പിട്ടിട്ടില്ല. ഞാൻ PG എൻ്റെ +2 പഠിക്കുമ്പോൾ കൂട്ടുകാർ ഷൂസും നല്ല ചെരുപ്പിട്ട് ഓർത്തിട്ടുണ്ട്. 2 ചെരുപ്പ് കിട്ടിയാൽ കൊള്ളാം. പക്ഷെ അപ്പനും അമ്മയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ നടന്നു, ചെരുപ്പില്ലാതെ. പക്ഷേ പട്ടം കിട്ടി, വർഷം 33 ഇതുവരെ ഒരു ക്ഷീണമോ ഒരു പനിയോ പിടിച്ച് എൻ്റെ ഒരു ജ്ഞാനവും മുടങ്ങിയിട്ടില്ല. ആ കുട്ടിക്കാരൻ ചെരുപ്പില്ല നടന്നു, എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി, പ്രതിരോധ ശക്തി ശരിക്കും എൻ്റെ ദേഹത്ത് കിട്ടി. സംസാരിപ്പിക്കാൻ അച്ഛന്മാര് മുകളിലുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് സംസാരിക്കാൻ പോയിട്ട് പൊക്കോളണം കേട്ട് ആവശ്യമുള്ളവരെ ഇവിടെ കടന്നു പോകും. ഇപ്പൊ നല്ലൊരു പ്രതിരോധ ശക്തി. അതേ സമയത്ത് എൻ്റെ കൂടെ പട്ടം കിട്ടി പല വശിഷ്ഠന്മാർക്കും പട്ടം കിട്ടി ഏതാനും നല്ലപ്പോൾ പല പല രോഗങ്ങൾ, പ്രതിരോധ ശക്തിയില്ല. എങ്കിലും ഈ ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം നിശേഷം പോയത് 2015 ഇറ്റലിയിൽ പാതുവായിൽ അന്തോണിസ്മിൻ്റെ കുഴിമാടത്തിനെടുക്കൽ എൻ്റെ ഒരു ധ്യാനം, മലയാളികളുടെ ധ്യാനം. ഇതെല്ലാം കഴിഞ്ഞ് ട്രെവീസ എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രധാന സിറ്റിയുടെ കവാടത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റാച്ചു പാൻസും കൊണ്ടുവിട്ട് കൈ കെട്ടി നിൽക്കുന്നു. തോളിൽ ഒരു ഇല്ലിക്കമ്പിൽ 2 ചെരുപ്പുകൾ വള്ളി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. 150 വർഷം മുമ്പ് ഇറ്റലിയുടെ ഗ്രാമങ്ങളിൽ പണമില്ലാത്ത ആൾക്കാർക്ക് തണുപ്പത്ത് ചെരുപ്പ് വേണം. പക്ഷെ ചെരുപ്പ് മേടിച്ചാൽ 3 വർഷം വരെ ഉപയോഗിക്കണം. നല്ല സ്ഥലത്തിടുമ്പം ചെരുപ്പിടും. കുന്ന്, മല, മുള്ള്, കല്ല്, ആ സമയത്ത് മാത്രം ചെരുപ്പിടാം. അല്ലാതെ ചെരുപ്പ് കോലെ ചുവന്ന് തോളെ കൊണ്ടുപോകണം. 3 വർഷം വരെ 2 ചെരുപ്പ് ഉപയോഗിക്കണം. ഒരു ചെറുപ്പക്കാരൻ ആ ചെരുപ്പും കൊണ്ട് നടന്നു. മിടുക്കനായി പഠിച്ചു, വൈദികനായി, നല്ല വൈദികനായി മെത്രാനായി, നല്ല മെത്രാനായി കത്തോലിക്ക സഭയുടെ ഒരു വലിയ മാർപ്പാപ്പയായി. അദ്ദേഹമാണ് വഴിയിൽ ചെരുപ്പിൽ വന്ന ആ മാർപ്പാപ്പയാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. അപ്പം ഇതാണ് ജീവിതം എന്ന് പറയുക. ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ ഒരു വ്യക്തത. ഇന്നലത്തെ നിങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട കാലമുണ്ട്. ഇത്രയും എത്തിച്ചപ്പോൾ ഒരു കഷ്ടപ്പാടിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ ജീവിതങ്ങളിലും ഉണ്ട്. നമ്മൾ നോക്കണം വ്യക്തത. ഇന്ന് സംഭവിക്കുന്നത് നാളത്തെ നന്മയ്ക്ക് വേണ്ടി. നാട്ടിൽ ആർക്കാണ് സാർഗെയിംസ്, ഏഷ്യാഡ്, കോമൺവെൽത്ത് വരുമ്പോൾ സ്വർണ്ണ മെഡൽ കിട്ടുക? ഞങ്ങളുടെ മലമൂട്ടിലെ പീജാസീനൻ, ബീനാമോട്, ബിജുമോന്, PT ഉഷ, MD വത്സമ്മ, ഇവർക്കൊക്കെ കിട്ടുകയുള്ളൂ. മലമൂട്ടിൽ നടന്ന് പഠിച്ച് എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി അവർക്ക് മെഡൽ കിട്ടും. സിറ്റിയിൽ നല്ല മുതലാളി പെണ്ണുങ്ങളുണ്ട്. കണ്ടാലോ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലെ ഇരിക്കുന്നു. പക്ഷെ കുഴിഞ്ഞിട്ട് സ്വർണ്ണ മെഡൽ പോയിട്ട് തെങ്ങിന്റെ കവളമടൽ പോലും പൊക്കാൻ പറ്റില്ല. അതൊക്കെ ശ്വാസമുണ്ട്. ഈ 5-6 ചേട്ടന്മാർ ഒരുമിച്ച് കൂടി വെച്ച് എന്തുകൊണ്ടാണ് മലയാളി പെണ്ണുങ്ങൾ തന്നെ സ്വർണ്ണ മെഡൽ? ഒരു ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ, സ്വർണ്ണമെന്ന് കേട്ടോ മരണത്താണെന്ന്
പാലാ ഭാഗത്ത് മിടുക്കി പെണ്ണുങ്ങൾ ഒരു കലം സാമ്പാർ വെച്ചിട്ട് 10 മിനിറ്റ് മുഴുവൻ സ്വർണ്ണമാക്കുന്ന പരിപാടി ആരംഭിച്ച് അടുത്ത കാലത്ത് കഴിഞ്ഞെടുത്തു. ഒരു കലം സാമ്പാർ 10 മിനിറ്റ് സ്വർണ്ണമാകും. മേശപ്പുറത്ത് സാമ്പാർ വെക്കുക, കസേരയിരിക്കുക, 22 ക്യാരറ്റ് അരിഞ്ഞിടും വ്യക്തത ഇന്നലകളിൽ സംഭവിച്ചതല്ല ഇന്നത്തേക്കുള്ള വ്യക്തത. ഞാൻ എൻ്റെ കുട്ടിക്കാലം 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ബലവും ബലഹീനതയും മനോരമയും മനോരമയുമായിരുന്നു. എല്ലാ ആഴ്ചയിലെ ആരംഭത്തിൽ അമ്മ എൻ്റെ നിന്ന് 25 പൈസ തരും. മോൻ പോയി ഒരു മനോരമ മേടിച്ചു കൊടുക്കുക. ഞാൻ മേടിച്ചു വിടും. അമ്മയ്ക്ക് മനോരമ, അമ്മയ്ക്ക് വായന നല്ല പരിചയമില്ല. അമ്മ സാമ്പാറിന് അരിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ കസേരയിലിരിക്കും, മേശപ്പുറത്ത് മനോരമ വെച്ച്. അമ്മ പറയും, മോനെ ഒന്ന് ഉറക്ക വായിച്ചേ. വരുന്ന ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് എന്നതാ വരാൻ പോകുന്നത്. അമ്മയുടെ നക്ഷത്രം കാർത്തികയാണ്. അമ്മ മരിച്ചൊരു വർഷം 30 ഇന്നും ഞായറാഴ്ച വാരാന്ത്യം വരുമ്പം ഞാൻ ചുമ്മാ നോക്കും. സ്വർഗരാജ്യത്തിൽ കാർത്തികക്കാർക്ക് ഈ ആഴ്ച വരാൻ പോകുന്നത് അന്ന് വായിച്ചതിൻ്റെ ഒരു ചെറിയ ഓർമ്മയായിട്ട് മനസ്സിലേക്ക് കിടക്കും. ഞാൻ അമ്മ വായിക്കാത്ത ഞാൻ വായിക്കും. കാർത്തിക നക്ഷത്രത്തിൽ വന്ന പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ വരുന്ന ഒരാഴ്ചക്കാലം വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. എന്നിട്ട് ഞാൻ ഓടിപ്പോവും പരിതൃപ്തികൾ വായിക്കാൻ. എനിക്കിഷ്ടമായി ക്ഷമിയാൻ പ്രാർത്ഥിക്കുവാൻ. ദൈവമായ കർത്താവേ, ഞാൻ വളർന്ന് വലുതാവുമ്പോൾ മനോരമയിൽ എൻ്റെ പേര് വെച്ച് ഒരു പരിതൃപ്തി എഴുതാൻ എനിക്ക് ഭാഗ്യം തരണേ. രണ്ടാമത് സത്യനും ശാരദയും നസീനും ശീലയും കുളവിളക്ക് കുളിച്ചു വരുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്. ഒരു കാലത്ത് ഇവർ കുളിക്കുന്ന വെള്ളം കലക്കാനോ ഇരിക്കുന്ന മരം കുലുക്കാനോ ഒരു ഭാഗ്യം തരണേ. ഒരു കുട്ടിയുടെ പൊട്ടപ്രാർത്ഥന 10-ാം വയസ്സിൽ അല്ലെ 14-ാം വയസ്സിൽ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇന്ന് മനോരമ ഇറങ്ങുമ്പോൾ എഴുതി വിളിക്കും, പുത്തമ്പരേശനാണ്, അച്ഛൻ്റെ പേര് വെച്ച് ഒരു ബന്ധം തരാവോ, അക്കൗണ്ടിലേക്ക് മനോരമ പൈസ അയച്ചു തരും, വലിയ തുക അയച്ചു തരും. എൻ്റെ പേര് വെച്ച് ഒരു ചെറിയ ബന്ധം ഇട്ടാൽ മതി. മനോരമ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം, 1 ലക്ഷം കോപ്പി വിറ്റത് എന്നെ കൊണ്ട് എഴുതിപ്പിച്ച ഇണയും തുണയും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിൽ പ്രിയമാരി ഗിഫ്റ്റ് സകല മതങ്ങളും കേരളത്തിൽ കൊടുക്കുന്നു ആ പുസ്തകം, ഇണയും തുണയും. മറ്റൊന്ന് എനിക്കും നിനക്കും. വേറൊന്ന് DC പുസ്തകത്തിയ ജീവിതം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവം കൊണ്ടുവരും. മരത്തിൻ്റെ കൊമ്പ് വിൽക്കാൻ ആഗ്രഹിച്ച ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വേണ്ടി ജിത്തു ജോസഫ്, പിറകാലത്ത് സിന്ധിരാജ്, നിർമ്മാണ നമ്മോട് ഒന്നോട് പറഞ്ഞു, അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന ഒരു തമാശ ഒരു സിനിമയാകാൻ ആഗ്രഹമുണ്ട്, അച്ഛൻ അനുവാദം തരാവും. ഞാൻ പറഞ്ഞു ചോദിച്ചോളാം. ഞാൻ സാധാരണ ദമ്പതി ധ്യാനത്തിൽ പറയും ആണുങ്ങളെ കുറിച്ച്. മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ കല്യാണം കഴിച്ച് 7 വർഷം കഴിയുമ്പോൾ എത്ര നല്ല ആണിനും വേറെ പെണ്ണുങ്ങൾ പോകുമ്പോൾ പുറയുന്ന കുറേ സമയം നോക്കിയോട് നിൽക്കാൻ തോന്നും. അതിൻ്റെ പേരാണ് ആണുങ്ങളുടെ 7-ാം വർഷത്തിലെ ചൊറിച്ചിലെന്നാണ് അതിൻ്റെ വിളിക്കുക. അങ്ങനെ ഒരുക്കം നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അവൻ്റെ മകൾ ജാതി മാറി കെട്ടാൻ പോയി. കുടുംബത്തിൽ ഒരു തകർച്ച വന്നപ്പോൾ ആ ഭർത്താവ് തിരുത്തുക, ഭാര്യയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. അങ്ങനെ തിരുത്തി വരുമ്പോൾ എന്തെല്ലാം ചെയ്താൽ ഭാര്യയുടെ വിശ്വാസം അവന് നേടാൻ പറ്റും, അച്ഛനൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞു കൊടുത്തു. സിന്ധിരാജ് SH മോഹനിലെ എൻ്റെ ആശ്രമത്തിലിരുന്ന് 2.5 മണിക്കൂർ ഞാൻ പറഞ്ഞത് കുറിച്ചു. ഭാവനാസമ്പന്ന സിന്ധിരാജ് മനോഹരമായ തിരക്കഥ എഴുതി. മോഹൻലാൽ അഭിനയിച്ച് തകർത്തു. മീന ഒപ്പം നിന്നു. ആ സിനിമ 100 ദിവസം ഓടിയപ്പോൾ എനിക്കും മോഹൻലാലിനും മീനായിരിക്കും നിർമ്മാതാക്കൾ എറണാകുളം കലൂർ സ്റ്റേഡിയം വെച്ച് ആ പാട് തന്നു. 100 ദിവസം ഓടിയ ആ സിനിമയായിരുന്നു. എൻ്റെ ധ്യാനപ്രസംഗം സിനിമയായി. മുന്തിരി വള്ളികൾ തള്ളിക്കൊടുപ്പോൾ ഒരു കൊച്ചു ധ്യാനപ്രസംഗം. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ ചെമ്പം വിനോദ് നായകനായി ഇതുപോലൊരു ധ്യാനം കാണിക്കുന്ന, എൻ്റെ ധ്യാനം കാണിക്കുന്ന സിനിമ. അത് ബുമറാങ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഞാൻ പറഞ്ഞു 1000 കോപ്പി ഇറക്കിക്കണം, കാരണം ഒരു ദിവസം ഓടാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്ന് ആഗ്രഹിക്കുന്നു, ദൈവം നടത്തുന്ന വരികൾ. ഇതാണ് വ്യക്തത. ഇന്നലകളിൽ ആഗ്രഹിച്ചതൊന്നും സത്യമാണോ? ദൈവം വിളിയാല ഉറപ്പ്. ഇതാണ് വ്യക്തത. ഏലിയായെയും മോശയെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവൻ പറയുന്നത് കേൾക്കുക. നമുക്ക് ആ ഒരു വ്യക്തത. 3, പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം തരുന്ന 3ാമത്തെ സമ്മാനമാണ് ധൈര്യം. ധൈര്യം.
യേശു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒറ്റുന്നവനടുത്ത് തിരിക്കുന്നു, പോയി മരിക്കാം. തോമസ് ലീഗ പറഞ്ഞു, അവനോടൊപ്പം പോയി മരിക്കാം. താബോർ മലയെ വെച്ച് പറഞ്ഞു, നമുക്കും താഴ്വരയിലേക്ക് പോകാം, ധൈര്യമായിട്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നു ഒരു വലിയ ധൈര്യം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാർക്കറിയാം, മക്കൾ എത്ര ഓടിയാലും കഞ്ഞി നനയ്ക്കുന്ന പോലെ മക്കളോട് പോയിട്ട് കീഴോട്ട് പോലും അത്രയേ ഉള്ളൂ, ഏതിനും അത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് ധൈര്യം, എന്തിനും ഏതിനും ധൈര്യം. പ്രാർത്ഥിക്കുന്ന അച്ഛന് ധൈര്യം, പ്രാർത്ഥിക്കുന്ന ആത്മാവിന്റെ ധൈര്യം. പ്രാർത്ഥിക്കുന്നവർക്ക് എന്നും ദൈവം കൊടുക്കും ഒരു വലിയ ധൈര്യം. ഭയമില്ല, ഒരു വലിയ ധൈര്യവും ഒരു വലിയ ശക്തിയും പ്രാർത്ഥനയിൽ കൊടുക്കും. ഇനി കർത്താവായ യേശു തൻ്റെ ഐഹിക ജീവിതം വിട്ട് പിതാവിന്റെ മകനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിച്ചു. പ്രാർത്ഥനയുടെ 5 രീതികൾ. മായ്ക്കാന്നോട്ട് ഇങ്ങോട്ടാണ്. 1. പ്രേ വിത്ത് ഫെയ്ത്ത്. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസം. മത്തായി 9:16 മുതൽ ഉള്ള വാക്യങ്ങൾ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു പുരുഷാരം യേശുവിനെ ഞെക്കി കടന്നു പോകുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീ അവന്റെ വസ്ത്രത്തിൽ വിളിപ്പിച്ചു. ആ നിമിഷം രോഗം വിട്ടുമാറി. യേശു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? പത്രോസ് കുലുങ്ങി ചിരിച്ചോണ്ട് പറഞ്ഞു, എന്നാ ചോദ്യമാ, ആരാ നിന്നെ തൊടാത്തത്? ഒരുമിക്കോണ്ടിരിക്കുകയല്ലേ, തൊട്ടവനെ പറയാൻ പറ്റുമോ? യേശു പറഞ്ഞു, ശക്തി പുറപ്പെട്ടിരിക്കുന്നു, നിന്റെ വിശ്വാസം വിശ്വസിക്കുന്നു, മോളെ ധൈര്യമായിട്ട് പോവുക. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരും. നമ്മൾ ചില കാര്യങ്ങൾ ചുമ്മാ അതര വ്യായാമമായിട്ട് പ്രാർത്ഥിക്കരുത്. ദൈവം നടത്തി തരുമെന്നുള്ള ഉറപ്പോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ. കൊച്ചുപിള്ളാരുടെ വിശ്വാസമില്ലേ? ആ വിശ്വാസം പോലെ പോസ്റ്റ്മാൻ ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ കത്തുകളെല്ലാം തിരിയുക. തിരഞ്ഞപ്പോൾ ഒരു പ്രത്യേക കത്ത്. കത്തിന്റെ പുറത്ത് വെണ്ടയ്ക്ക മുൻപിൽ ഒരു അഡ്രസ്, ടു മിസ്റ്റർ ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി, ഫ്രം ഭൂലോകം എന്ന് പറഞ്ഞ് ഒരു അഡ്രസ്. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കടലാസിന്റെ 2 പുറങ്ങളിലായി ഒരു കൊച്ചു കുഞ്ഞിന്റെ പരാതിക്കത്ത്. ദൈവമേ, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കിടക്കാൻ വീടില്ല, ചൂടാൻ കുടയുമില്ല. നീ പാവങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇന്നും സ്നേഹിക്കുമെങ്കിൽ താഴെപ്പറയുന്ന അഡ്രസ്സിൽ 200 രൂപ മണിയോടെ തയ്ച്ച് നിന്റെ സ്നേഹം കാണിക്കണം. സ്വന്തം കൊച്ചുമോനൊപ്പം ഫ്രം ഭൂലോകം അഡ്രസ്സുമാണ്. കാശില്ലാത്ത പോസ്റ്റ്മാനോട് ഒരു കുഞ്ഞിന്റെ പ്രാർത്ഥന. പലരോട് കടം മേടിച്ചു, 100 രൂപ കിട്ടി, 100 രൂപ അയച്ചു കൊടുത്തു. കീഴെ കുറിച്ച് ചോദിച്ചു. അത്യാവശ്യം വരുമ്പം പറയാൻ മടിക്കേണ്ട, സ്വന്തം ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി. 1 മാസം കഴിഞ്ഞു പോസ്റ്റ്മാൻ കത്ത് പൊട്ടിക്കുമ്പോൾ ഇരട്ടി മുൻപിൽ മിസ്റ്റർ ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി. പോസ്റ്റ്മാന് മനസ്സിലായി ഉദിഷ്ടകാലി സാധിച്ചതിന് ഉപകാര സ്മരണ പാഴ്സലായിട്ട് വരുന്നതാണ്. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ 2 കടലാസിന്റെ 4 പുറങ്ങൾ. ദൈവമേ, മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാവർക്കും നീ കൃപ കൊടുത്തു. നിന്റെ സ്വഭാവം ഇരട്ടി. 200 ചോദിച്ചാൽ 400, അല്ലെ ചോദിച്ച 200. പക്ഷെ കള്ള പോസ്റ്റ്മാൻ അതിന് പകുതി എടുത്തത് 100 മര്യാദയൊരു പാഠം പഠിപ്പിക്കണം. നിന്റെ സ്വന്തം കൊച്ചുമോനൊപ്പം കയ്യിലെ കാശ് പോയി തെറി ഭാഷ കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. തൊടുപുഴ MLA വർഷങ്ങളായി എൻ്റെ വീടിൻ്റെ സുഹൃത്തും എൻ്റെ സുഹൃത്തുമാണ് PJ ജോസഫ്. ഞങ്ങൾ വിളിക്കും അവസരം വെച്ച്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുക്കൽ ഞാൻ പ്രൊഫഷണലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ 1.5 ഏക്കർ റബ്ബർത്തോട്ടം സമ്മാനം തന്നു. എന്തെങ്കിലും ചാരിറ്റി പ്രവൃത്തികൾ ചെയ്തോളാനും പറഞ്ഞു. അപ്പം ഞാനവിടെ ആ സ്ഥാപനം പണിതു. അപ്പോൾ അവിടെ ഞങ്ങൾ പണ്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പണിക്കാരും കാശും നോക്കാൻ വേണ്ടി ചെല്ലും. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ PJ ജോസഫും അദ്ദേഹത്തിൻ്റെ മകനും അല്പം മാനസിക കുറവുള്ള ഒരു മരിച്ചുപോയി. 2 വർഷമായി. ആ മോനെയും കൊണ്ട് വന്നു. ഇപ്പം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ജോസഫ് പറഞ്ഞു, അച്ഛാ വീട്ടിൽ വരെ ഒന്ന് വരാമോ? ചെന്താ ഭാര്യ ശാന്തമ്മ പറഞ്ഞു, അച്ഛനെ കൊണ്ട് പശുക്കൂട് ഒന്ന് വെച്ചിരിപ്പിക്കണം. അച്ഛനെ കൊണ്ട്. എൻ്റെ അച്ഛ 26 പശുക്കളുണ്ട്. 1000 ലിറ്റർ പാലാണ് മിൽമയിൽ കൊടുക്കുന്നത്. ഓസ്ട്രേലിയൻ കൊടുത്തൊരു പശു ചന പിടിച്ചാൽ 3-ാം മാസം ഇളകി പോവുക. പക്ഷെ പ്രസവിച്ച് കിട്ടിയാൽ 25 ലിറ്റർ പാല് രാവിലെ കറന്നെടുക്കാൻ പറ്റും മിഷ്യൻ വെച്ച്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ അവസരം വെച്ച മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്.
എരുമാ പശു ഒപ്പോ എനിക്ക് ചെറിയ സംശയമില്ല. അപ്പം ബിയ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസമല്ലേ അച്ഛൻ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ജോസഫ് ഊറാല ആനാമേള് പുസ്തകമെല്ലാം കരുതിപ്പിച്ചിരുന്നു. മേഘാലയക്കാരും പണിക്കാരും ജോസഫും ശാന്തമയും അപ്പവും മക്കളും എല്ലാം നിരന്നു നിന്നു. ഞാൻ ഊറാല കേട്ടിട്ടു കണ്ണടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവായ ദൈവമേ, എൻ്റെ മങ്ങി വിശ്വാസം നോക്കാതെ ജോസഫിൻ്റെ വിശ്വാസത്തിന് ഒരു അടയാളമായിട്ട് ഈ ഓസ്ട്രേലിയനും പശുവിനും ഒരു ഇന്ത്യൻ ചന കൊടുക്കണേ. പോലും ആനാവെള്ളം ശക്തമായി ഒഴിച്ചു. അവിടെ പാല് ചെടി എല്ലായിടത്തും ആനാവെള്ളം വീണു. പാത്രം കാര്യമായി. ഞാൻ ഒരൂരിലെ എൻ്റെ ആശ്രമത്തിലേക്ക് പോകും. പിന്നെ കുറേ നാൾ ഞാൻ ജോസഫിനെ വിളിച്ചില്ല. കാരണം പശുവിന് ചന പിടിച്ചിരിക്കും, നമുക്കല്ല നാണക്കേട്. മാസങ്ങൾ കഴിഞ്ഞു PJ വിളിച്ചു. പുത്തമ്പരാച്ചനല്ലാതെ നമ്മുടെ വിശ്വാസം അല്പം പ്രവർത്തിച്ചു. പശു പ്രസവിച്ചു. ഒരു പെൺകിടാവാണ്, പശുക്കിടാവ്. അച്ഛാ ഞാനതിന് പേരിട്ടു അനാർക്കലി. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അച്ഛൻ വീട്ടിൽ വന്ന ഒരു തോളം പാല് കൊണ്ട് ചായ കുടിക്കണമെന്ന് ശാന്തമ്മ പറഞ്ഞു. ഞാൻ ചെന്നു, പാല് കുടിച്ചു, ചായ കുടിച്ചു, തിരിച്ചു പോകും. ഏതാനും നാൾ കഴിഞ്ഞ് ജോസഫിൻ്റെ വീട്ടിൽ പാർട്ടിക്കാർ പുറപ്പെടുന്ന വീട്ടിൽ മീറ്റിംഗ് കൂടി. PJ പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പഴയ പുത്തമ്പരയച്ഛൻ പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചന പിടിക്കാന്ന് ചോദിച്ചു. ചന പിടിച്ചു. ദൈവത്തിന് 1000 നന്ദി. അന്ന് രാത്രി ജോസഫിന്റെ സംസ്ഥാന സെക്രട്ടറി വണ്ടിപ്പെരിയാറിൽ നിന്ന് വിളിച്ചു. പുത്തമ്പരയച്ഛനാണോ? അതെ. അവസാനത്തിൽ പശുവിന് പ്രാർത്ഥിച്ചു. ചന പിടിച്ചു, പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നേര് തന്നെ. എൻ്റെ അച്ഛോ അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിയാതെ കോമഡിയിലെ എൻ്റെ വീട് വരെ ഒന്ന് വരാമോ? അതെന്താ എൻ്റെ അച്ഛ ഒരു പന്നിക്കൊട്ടത്തി ഒരു ചനയും പിടിക്കാതെ എന്തേലും കഴിച്ച് അതിനെ നേരെയാക്കി തരാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം നൽകിത്തരുന്നുള്ള ഉറപ്പ്. ഒന്ന്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 2, പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞു ഉപവാസം കൊണ്ട് പിശാചിനെ പിടിക്കും. ത്യാഗം എടുക്കണം. നമ്മൾ ആരോഗ്യമുള്ളവർ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിൽക്കാൻ പഠിക്കണം. ആരോഗ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കാൻ നോക്കണം. അതും പറ്റുമല്ലേ? ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഐറ്റം വേണ്ടാന്ന് നോക്കണം. ചെറിയൊരു ത്യാഗം. ആ ത്യാഗം മക്കൾക്കും കുടുംബത്തിനും തലമുറകൾക്കും ഭാഗ്യമാണ്. ത്യാഗം എടുത്ത് ഇത് സ്ത്രീകൾക്ക് ത്യാഗം എടുക്കാൻ കഴിവ് കൂടുതലുണ്ട്. ആണുങ്ങൾക്ക് അത്രയും കഴിയില്ല ത്യാഗം. കാരണം വേദന സഹിക്കാൻ ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആണുങ്ങൾക്ക് തലവേദന വന്നു, ലോകമഹായുദ്ധം. വൈദ്യവേദന വന്നു, സുനാമി. നെഞ്ചുവേദന വന്നു, ഭൂമി കുലുക്കം. ഭാര്യ പകുട്ടും അവനെ തന്നെ നോക്കുക. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ത്യാഗം എടുക്കാൻ കഴിവ് സ്ത്രീകൾക്ക് ഒത്തിരി കൂടുതലാണ്. ഉപവാസം എടുക്കാൻ, ത്യാഗം എടുക്കാൻ. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. തമിഴ്നാടറിയാം, ഇത് ആണുങ്ങളുടെ പ്രസവമാണ്. ഒറ്റ പ്രസവം ലോകാവസാനം. ഈ പരിപാടിക്ക് ഇല്ലേ ഇല്ല. ഈ ത്യാഗം അമ്മമാരെടുക്കുന്നതുകൊണ്ടാണ് മക്കൾ വർത്താനം പറയുന്നത് അപ്പനേക്കാൾ കൂടുതൽ അമ്മയോടാണ്. ഉറക്കളച്ചത് അമ്മ, പള്ളിയിൽ കൊണ്ടുപോയത് അമ്മ, കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചത് അമ്മ. അതുകൊണ്ട് അമ്മയോട് മക്കൾ ഒരുപാട് വർത്താനം പറയും. അമ്മയെ ചെരുപ്പെന്തിയെ, അമ്മയെ ഫോൺ എന്തിയെ, അമ്മയെ ചോറെന്തിയെ, അമ്മയെ കുട എന്തിയെ. അപ്പോഴും ഒറ്റ ചോദ്യം, അപ്പ അമ്മ എന്തിയെ. ത്യാഗത്തിലുള്ള ഒരു വലിയ കാര്യം ത്യാഗം. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ചെറിയ ത്യാഗം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. 1, വിശ്വാസത്തോടെ. 2, ത്യാഗത്തോടെ. 3, ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കണം. കൊച്ചുപിള്ളാരുടെ മനസ്സ് വേണം. ഒരു നിഷ്കളങ്കത, ജാടയോ പാവോ, വെറും സിമ്പിളായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? പ്രേ ലൈക്ക് ചിൽഡ്രൻ. കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം പിള്ള മനസ്സിൽ കള്ളമില്ലല്ലോ. എന്നെ കണ്ടാലും നേരെ വാ നേരെ പോകും. പൊളിക്കാനും മറിക്കാനും അറിയത്തില്ല. ഞാൻ എരുമേലിയെടുത്ത് കൊല്ലമടപ്പള്ളിയിൽ ധ്യാനിപ്പിക്കുക. രാവിലെ ഒരു 8:30 വീട് വെച്ചിരിക്കാൻ ചെയ്തു. ഒരമ്മയുടെ എളിയിൽ ഒരു ചെറിയ മോൻ ഇരിപ്പുണ്ട്. എന്നെ കണ്ടപടി ചോദിച്ചു, എന്നതാ അമ്മ ഇത്? അമ്മയ്ക്ക് ഇതല്ല ഈശോയെ സ്തുതിയല്ല, കൊച്ചു സ്തുതിയല്ലേ. ഞാൻ ബെഞ്ചിൽ കഴിഞ്ഞ് പോരുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് 1-ാം ദിനം കയറിൻ്റെ പന്തിൽ പച്ച കോവയ്ക്ക തുറന്നു കിടക്കുന്നു. ഞാൻ 5-6 ഇളം കോവയ്ക്ക പറിച്ച് കാരണം കഴിച്ചു. പിന്നെ കൊച്ചമ്മയോട് നോക്കമ്മേ താണ്ടേ ഈശോ നമ്മുടെ കോവയ്ക്ക മൊത്തം കള്ളല്ലോ. ഞാൻ ഇടുക്കി ജില്ലയിലെ കമ്പംമെട്ട് എന്നൊരു സ്ഥലമുണ്ട്, കൊമ്പടിയിൽ. ഒരു പള്ളി ചെന്നു. വികാരിച്ചന് പള്ളിയിലില്ല.
എൻ്റെ സ്വന്തക്കാരുടെ വീട്ടിൽ ഞാൻ രാത്രി താമസിച്ചു. രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങുക 7-ന്റെ ബസ്സിൽ കോട്ടയത്തിന് പോകണം. അപ്പോൾ കൊച്ചുകുട്ടി കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ടൂത്ത് ബ്രഷുമായി എൻ്റെ അടുത്ത് പോകും. ഞാൻ പേസ്റ്റ് കുത്തല ബ്രഷിൻ്റെ ചകിരിയെല്ലാം വിടന്നിരിക്കുന്നു, ആരോ തേച്ചത് പോലെ. എൻ്റെ മോനെ അച്ഛൻ വിരലോട് തേച്ചോളാം, ബ്രഷ് വേണ്ട. അതെന്താ? നിങ്ങൾ തേക്കുന്ന ബ്രഷാണെന്ന് കാണുമ്പോൾ അറിയാം. കൊച്ചു അയ്യോ ഞങ്ങളാരും തേക്കുന്നില്ല, വിരുന്നുകാർക്ക് വെച്ചേക്കുന്ന അപ്പോൾ കുഞ്ഞു ഒളിക്കാനും നടക്കാനുമില്ല, നേരെ നേരെ. അപ്പോൾ ശിശുക്കളെ പോലെ കാട്ടിക്കും. 2 കൊച്ചുകുട്ടികൾ, നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാനാണ്, തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയിൽ 2 കൊച്ചുകുട്ടികളെ കാരണന്മാർ കയറ്റി വിട്ടു. അപ്പം കുറച്ച് കഴിഞ്ഞു കിളിമാനൂരായപ്പം അവർ ചോദിച്ചു, കണ്ടക്ടർ സാറെ ചെങ്ങന്നൂരാകുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണം. കണ്ടക്ടർ കൊടുത്ത് അവിടെ ഇറങ്ങാനാണ്. അപ്പോൾ പിള്ളേരെ അവിടെ ഇരുന്നു. കുറച്ച് കൊട്ടാരക്കരയായപ്പോൾ ഇതാണ് ചെങ്ങന്നൂർ, പോയില്ല പറയാം. അടൂരായപ്പോൾ ചെങ്ങന്നൂരാണെന്നാണ് തോന്നുന്നത്. ശല്യങ്ങൾ മെനക്കെടുത്താൻ വേണ്ടി പോയില്ല ആകുമ്പോൾ പറയാം. പിള്ളേർ പോയി അവിടെ ഇരുന്നു. പന്തളമായി ചെങ്ങന്നൂരായപ്പോൾ ആരും കയറാനും ഇറങ്ങാനുമില്ല. പിള്ളേർ ഉറങ്ങുന്നു, കണ്ടക്ടർ ഉറങ്ങും, ആൾക്കാർ ബഹളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ ചെങ്ങന്നൂരാകും പറയണം, ഇറക്കി വിടും, ഇല്ല വേറെ വേണ്ടി കയറ്റി വിടുക. അപ്പോൾ ഇയാൾ പറഞ്ഞു, കണ്ടക്ടർ നീ പോടാ, ഇതാ ചെങ്ങന്നൂർ. മൂത്തവൻ്റെ മറുപടി, ഇറങ്ങുമൊന്നും വേണ്ട. പിന്നെ അമ്മ പറഞ്ഞായിരുന്നു ചെങ്ങന്നൂർ ചെല്ലുമ്പം ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ചോരണം, അനിയനെ കൊടുക്കണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സുണ്ടല്ലോ, അപ്പം പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കും. 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ, 4 കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. അതിന് വലിയ ഫലമാണ്. മത്തായി 23:34 മുതൽ 24-ന്റെ 2-ാം വാക്യം വരെ യേശുവിൻ്റെ ആദ്യത്തെ കരച്ചിൽ. ഒലുമല ഇറങ്ങി വന്ന യേശു ബത്ലഹേമിൽ നിന്ന് അക്കരെയുള്ള ജെറുസലേമിനെ നോക്കിയിട്ട് പറഞ്ഞു, ജെറുസലേം ജെറുസലേം, പിടകോഴി എൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൽ ഒതുക്കുന്ന പോലെ ഒതുക്കിയിട്ടും പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ നിനക്ക് ദുരിതം. 37 വർഷം കഴിഞ്ഞ് ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. ഒരിക്കൽ കരഞ്ഞപ്പോൾ ഒരു നഗരം തകർന്നു വീണു. 2ാമത് യേശു കരഞ്ഞത് ബൈബിളിലെ ഏറ്റവും ചെറിയ വചനം യോഹന്നാൻ 11:35. ജീസസ് വെപ്റ്റ്. യേശു കരഞ്ഞു ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ. ആ നിമിഷത്തിൽ പ്രേതശീലകളാൽ ബന്ധുവിനായ ലാസർ അഴുകാത്ത ശരീരത്തോടെ കല്ലറയിൽ നിന്നും പുറത്തേക്ക് അറിയുന്നു. കണ്ണുനീരിന് വിലയുണ്ട്. ലോകത്തിൽ എല്ലാ ദ്രാവകങ്ങളും തലയിൽ വീഴും. പാല്, തേന്, എണ്ണ, വെള്ളം. തലയിൽ വീഴാതെ മുകളിലോട്ട് വന്ന ഏക ദ്രാവകം നൊന്തുപെറ്റ അമ്മയുടെ കണ്ണുനീര്, ജനിപ്പിച്ച അപ്പൻ്റെ കണ്ണുനീര്. അത് താഴെ പോവുകയല്ല. ഓരോരുത്തരുടെ കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആ കണ്ണുനീരിന് വിലയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പാഠവരല്ലേ. എവിടെയെല്ലാം കരച്ചിലുണ്ടോ അത്ഭുതം. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കുത്താൻ വരും. ആട്ടുകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കൊമ്പ് കുലുക്കും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേൽക്കും. ഇതുപോലെ കുരിശിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. കുർബാനയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ തിരുവോസിയിലെ ദൈവം ഇറങ്ങി വരും. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ഫലം. അതാണ് കരുന്നതോടെ പ്രാർത്ഥിക്കുക. 5 പ്രാർത്ഥിക്കുമ്പോൾ പ്രേ വിത്ത് ഹ്യൂമിലിറ്റി. എളിമയോടെ പ്രാർത്ഥിക്കണം. എന്താണ് എളിമ? തലക്കനമില്ലാതെ എളിമയും വിനയവും ഉള്ളവരായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ വില. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 15 വരെ വാക്യങ്ങൾ. ലൂക്കാസ് സുവിശേഷം 18, 9 മുതൽ 15 വരെ വാക്യങ്ങൾ. ഫരിസേയനും ചുങ്കക്കാരൻ. ഫരിസേയൻ അഹന്തയോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എളിമ ഉള്ളവരാവുക. അതിൻ്റെ അടയാളമാണ് ഉറപ്പുള്ളവരോടൊക്കെ പ്രാർത്ഥന ചുമ്മാ ചോദിച്ചോണം. വലിയ ധ്യാനമന്ത്രങ്ങൾ ദിവ്യനാകാം, ശാലോമാകാം, അട്ടപ്പാടിയാകാം, IMS ആകാം, അല്ലെങ്കിൽ കൃപാസനമാകാം, അസീസിയാകാം, കാരിസ്വവനാകാം. ഗ്രൂപ്പുകൾ പ്രാർത്ഥിക്കുന്നിടത്തോട്ട് നമ്മുടെ നിയോഗങ്ങൾ എഴുതി അയച്ചോണം. നിയോഗം എഴുതി അയച്ചോണം. ഒരു മടി എന്ന് വെച്ചാൽ അഡ്രസ്സ് നമുക്ക്
നിയോഗം. ഒരാളെ പ്രാർത്ഥന ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? എന്നേക്കാൾ പ്രാർത്ഥനയ്ക്ക് യോഗ്യത നിനക്കുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ കേൾക്കും. എൻ്റെ പാപാവസ്ഥ അംഗീകരിച്ച് ആളുടെ വിശുദ്ധി ധരിക്കുക. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഫലമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു 6.5 വർഷക്കാലം ഇവിടെ ലോ കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പോൾ 2ാം ശനിയാഴ്ചകളിൽ അവിടെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഒരു 2ാം ശനിയാഴ്ച ഒരു 500 പേര് വരും. അൾത്താരെ നിയോഗം പോകും. അപ്പോൾ അവിടെയുള്ള ഒരു സിസ്റ്റർ ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ജോലിക്കാരിയായി. പരിചയമുള്ള ഒരു കൂട്ടുകാരിയുടെ മകൾ 17ാം വയസ്സിൽ ബ്ലഡ് ക്യാൻസർ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛനെ കൊണ്ട് ആരാധനയിൽ ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും മാറ്റം കുഞ്ഞിന് വന്നാൽ മരുന്ന് ചിലവാകുന്ന പൈസ സ്ഥാപനത്തിൽ തരാം. അന്ന് ശ്രീകാര്യത്ത് എൻ്റെ സ്ഥാപനമുണ്ട്, അസീസി ശാന്തിനികേതൻ. ഇന്നുകൊണ്ട് 30 മാനസിക വഴിയിലുള്ളവർ പോറ്റുന്നൊരു കേന്ദ്രമാണത്. ഒന്നത്, രണ്ടാമത് ഇപ്പം കരിമുത്തിയാണെന്ന് ആരംഭിച്ചു. അതാണ് ജോസഫ് പുറപ്പെടുകയുണ്ട്, സെൻറ് ആൻറ്റി മേഴ്സിയോ. മറ്റൊന്ന് പത്തനംതിട്ട ദിവികാരൻ്റെ ഭവൻ. എല്ലാ നാട്ടുകാരും നോക്കിക്കോളും, നമ്മൾ നയിച്ചാൽ മാത്രം മതി. ഒന്നിനൊരു ബുദ്ധിമുട്ടുമില്ല, ഭംഗിയായിട്ട് ആൾക്കാരത് നടത്തുന്നുണ്ട്. അപ്പം പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിച്ച് കൊച്ചിന് മാറ്റം വരുവാണെങ്കിൽ കാര്യമായ ഒരു തുക ശ്രീകാര്യത്തെ കെട്ടിടം വലുതാക്കാൻ തരാം. ഒരു മനുഷ്യനെ വീട്ടിൽ ഞാൻ ആരംഭിച്ചതാണ്, 10 പേരുമായിട്ട് വലുതാക്കാൻ തരാം. ഞങ്ങൾ കണ്ടി അന്ന് കൊച്ചോ ആൾക്കാരുള്ളതുപോലെ പ്രാർത്ഥിച്ച് 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 എൻ്റെ മനസ്സിലും കൊച്ചിൻ്റെ രോഗശാന്തിയല്ല, കിട്ടാൻ പോകുന്ന പണം എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വന്നാൽ മതി, പണി പൂർത്തിയാക്കാവുന്നത്. പിറ്റേ മാസം പകുതി കുറഞ്ഞ് 3-ാം മാസം പകുതി കുറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് 50 ലക്ഷം രൂപ ഫ്ലോറൻസിൽ നിന്ന് എത്തി. അങ്ങനെ സ്വീകാര്യത്ത് അസീസി നികേതൻ 2ാം നില പണിതു. 35 പേരെ നമ്മുടെ ഭംഗിയായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞത് ഉള്ളുരുകി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന വഴികളെ കുറിച്ചാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവോത്തരം തരും. എളിമയോടെ പ്രാർത്ഥിക്കണം, എളിമയോടുകൂടി. ചിലപ്പം പ്രാർത്ഥന ഏറ്റയാൾ പ്രാർത്ഥന മറന്നു പോകാം, പക്ഷെ ഏൽപ്പിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. 2ാം ശനിയാഴ്ച ആൾക്കാർ പോയി കഴിഞ്ഞ് നിൽക്കുമ്പോൾ പള്ളിയുടെ ആനവാദപ്പടി വിഴിഞ്ഞത്തുനിന്ന് വരുന്ന മീൻകച്ചവടക്കാർ തള്ള ഒരു 60 വയസ്സ് പ്രായം വരും, ദുഃഖത്തോടെ ഇരിക്കും. എന്നാ പറ്റി? എൻ്റെ അച്ഛ ഭർത്താവ് സൗദിയിലാണ്, 80,000 ഇന്ത്യൻ രൂപ ശമ്പളത്തിൽ കിട്ടാനുണ്ട്, പാസ്പോർട്ടും പിടിച്ചിരിക്കുക. അച്ഛൻ ഇതുപോലെ പ്രാർത്ഥന നടത്തുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയാൽ അതിൽ 10-1 8,000 രൂപ അച്ഛന് ശുശ്രൂഷയ്ക്ക് കൊടുത്തേക്കാവുന്ന, നീ വാക്ക് കൊടുത്തേക്കാവുന്നു. എൻ്റെ അച്ഛ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം, കിട്ടിയാൽ അച്ഛനും കൊണ്ട് 10-1 എന്നൊരു ശരി പ്രാർത്ഥിച്ചേക്കാം. ഭയങ്കര തിരക്കിൽ ഞാൻ ഈ വിഷയത്തിൽ മറന്നുപോയി. പിറ്റേ 2ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിയുമ്പോൾ പള്ളിയുടെ വാദപ്പടിയിൽ ഈ സ്ത്രീ ചെറിയ ഒരു ചിരിയോടെ നിൽക്കുക. എനിക്കൊരു ചമ്മല് പ്രാർത്ഥന മൊത്തം മറന്നു അച്ഛനാണ്. ഞാനത് മറച്ചോടി ചോദിച്ചു, ആൻറ്റി എങ്ങനെയുണ്ട്, അറബിക്ക് മാറ്റം വല്ലതും ഉണ്ടോ? എൻ്റെ അച്ഛൻ ഉണ്ടോ പറഞ്ഞതിൻ്റെ 10-ാം ദിവസം അറബി ശമ്പളവും കൊടുത്തു, പാസ്പോർട്ടും കൊടുത്തു. ഇന്നലെ കെട്ടിയോൻ പറഞ്ഞു, പുത്തമ്പരേശൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് കിട്ടിയതാടി, കൊടുത്തേക്കണം 10-1 വണ്ടച്ച വീഴ്ത്ത മടിയിൽ പ്ലാസ്റ്റിക് ഗ്ലാസ് ചൂട്ടി വെച്ച മത്തിയുടെ ചെല്ലും വരും, അയലയുടെ ഉടുമ്പ് കൊള്ളാം, 180 നോട്ട് നീട്ടി നിർത്തി തന്നു. കാശല്ലേ, മേടിക്കാതിരിക്കാൻ പറ്റും. നമ്മൾ തന്നേരെ ഇനി ഈ പ്രശ്നം വരുമ്പോൾ എന്നോട് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ മറന്നാലും ദൈവം മറക്കുകയാണ്. അപ്പം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ദൈവം അത് കാണും. അതാണ് നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ചെയ്യുന്ന വാക്ക്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഔഷധയില തിന്നുന്നതാണ്. പ്രാർത്ഥന ഔഷധയില തിന്നുന്നതാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന. ഒരു ചെറിയ വനം, മണലിൻ്റെ തിട്ട, അതിലൊരു 6 കാട്ടിൽ ചെന്നായുണ്ട്, കുറുക്കനുണ്ട്, കീരിയുണ്ട്, പാമ്പുണ്ട്. രാവിലെ 8:30 ഇളം വെയിലത്ത് മൂർഖം പാമ്പ് കാട്ടിൽ നിന്ന് എഴഞ്ഞിറങ്ങി ഈ മണലെ ഒന്ന് കിടക്കും. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വേഗം ചൂടാകുമ്പോൾ ഈ മൂർഖം പാമ്പ് ശ്വാസം വിടും. പാമ്പിൻ്റെ ശ്വാസത്തിൻ്റെ ഗന്ധം കപ്പയിൽ വെച്ച വെള്ളത്തിൻ്റെ മണമാണ്. അത് ആദ്യമായിട്ട് പിടികിട്ടുന്നത് ശത്രുവായ കീരിക്ക. മണം പിടിക്കുന്ന കീരി സാധാരണ മണത്തിട്ടേ വരും. ഒളിച്ചും പാത്രം നടന്നിട്ട് പാമ്പിൻ്റെ നടുവ് നോക്കി ഒറ്റ കടിച്ചിട്ട് ഒരു കുളച്ച്. മരണപ്രാളത്തിൽ പാമ്പ് കീരിക്കിട്ട് കുത്തുകിട്ടുന്ന കീരിയുടെ ദേഹം വിഷമാവും. വിഷം കൊണ്ട് ദേഹം തളരും. കീരി പാമ്പിനെ ഇട്ടിട്ട് പുറകോട്ട് നടന്ന് കാട്ടിൽ കയറും. ആ കാട്ടിൽ കീരിക്ക് മൊത്തം അറിയാവുന്ന ഒരു ഇലയുണ്ട്, ഔഷധ ഇല. അത് ചവച്ചരിച്ച് ജ്യൂസ് എടുക്കുമ്പോൾ വിഷം മാറി കീരിക്ക് സൗഖ്യം കിട്ടും.
കീരി പിന്നെയും വന്ന് പാമ്പിനെ കടിക്കും. വീണ്ടും വിഷം വെക്കാം. വിഷം വരുമ്പോൾ കാട്ടിപ്പോയി ഇല തിന്നും. അവസാനം കീരി പാമ്പിനെ തോപ്പിക്കും. പ്രാർത്ഥന കീരിയും പാമ്പും പോലെ. ജോലി ചെയ്ത് മടുത്ത്, ദാമ്പത്യ പ്രശ്നത്തിൽ മടുത്ത്, ബന്ധങ്ങളിൽ മടുത്ത്, ക്ഷീണം കൊണ്ട് മടുത്ത്, വിഷമേറ്റ് കീരിയെ പോലെ ക്ഷീണിക്കുമ്പോൾ കീരി കാട്ടിക്കയറി ഔഷധം എന്നപോലെ ഞാൻ പയ്യെ നടന്ന് എൻ്റെ സക്രാരിയുടെ മുമ്പിൽ വരണം. ഞാൻ നടന്ന് എൻ്റെ ബൈബിളിൻ്റെ മുമ്പിലേക്ക് വരണം. ഞാൻ നടന്ന് എൻ്റെ കൊന്തയുടെ മുമ്പിലേക്ക് വരണം. അവിടെ ഇരുന്ന് പുതിയ ശക്തി സംഭരിക്കണം. അവസാനം കീരി പാമ്പിനെ കൊല്ലുന്ന പോലെ തിന്മയെ അതിജീവിക്കാൻ ഈ റിട്രീറ്റ് ഉൾവലിവ് പുറകോട്ട് പോകും നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. വടക്കേന്ത്യൻ പെണ്ണുങ്ങളും ആണുങ്ങളും വരും. ജിപ്സികൾ, നാടുകൂടികൾ. അവർ വന്നിട്ട് സിറ്റിയിലെ ഒരു സൈഡിൽ, റോഡ് സൈഡിൽ ഒന്നാന്തരം കൂടാരം വരെ അതിനകത്തിരുന്ന് ചൂലുകെട്ടും മുറം കെട്ടും പരമ്പ് നെയ്യും. കുഞ്ഞുങ്ങൾ കാര്യം ശല്യപ്പെടുത്തുമ്പോൾ തള്ള ആ കൊച്ചിനെയും കൊണ്ട് പോകും. ഏത് പള്ളിയാണ് കുരിശുള്ള പള്ളിയുണ്ടോ ആ പള്ളിയുടെ നടയിൽ കൂടി കൊച്ചിനെ ചുമ്മാ അങ്ങ് വെക്കും. വെച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് ഇട്ട് അങ്ങ് മൂടിയിട്ട് തള്ള വന്ന് പണിയും. ആൾക്കാർ ചോദിക്കും, ദേ വെയിലേറ്റ് കുഞ്ഞു പൊള്ളുകയല്ലേ, മഴയേറ്റ് നനയുകയല്ലേ, പരുന്ന് കൊത്തുകയല്ലേ, പട്ടി കടിക്കില്ലേ, പാമ്പ് ഒന്ന് ഉപദ്രവിച്ചാലോ? അമ്മയുടെ മറുപടി, ഞങ്ങളുടെ കുഞ്ഞിനെ പാമ്പ് കൊത്തില്ല, പട്ടി കടിക്കില്ല, മഴയേക്ക് പനിക്കില്ല, വെയിലേറ്റ് പൊള്ളില്ല. കാരണം ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നവൻ്റെ നടയിൽ കടത്തിയിരിക്കുന്നു. ഇതാണ് പ്രാർത്ഥന, ഇതാണ് വിശ്വാസം. വിശ്വാസം നമുക്കായിരിക്കാം. വരുന്നത് ഓർക്കാം. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക, എഴുന്നേറ്റ് നിൽക്കാം.